ഹല്ലേലൂയ. കേൾക്കാം. നമുക്ക് ഇന്നത്തെ ആരാധനയ്ക്കായിട്ട് വചനം ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം എടുക്കുന്ന വിഷയം നോഹയാണ്. നോഹയെ കുറിച്ചാണ്. ആദ്യം നമ്മൾ ആദ്യം സൃഷ്ടിക്കവരോടുത്തു. സൃഷ്ടിച്ചപ്പോൾ നാം നമ്മുടെ സ്വരൂപത്തിന്റെ സാദൃശ്യം എന്ന് പറഞ്ഞിട്ടപ്പോൾ കേൾക്കുമ്പോൾ നാം എന്ന് ഒന്നിലധികം തോന്നും. എന്നാൽ ദൈവം തന്റെ സ്വരൂപത്തിൽ എന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഒരു വ്യക്തിയാണ് ഉണ്ടാക്കിയതും ഒരു ദൈവത്തിന്റെ 3 സ്വരൂപവും ഒരു വ്യക്തിയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മളത് അതത് തരം ഫലം കായ്ക്കുന്ന വിത്തുള്ള സസ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ദൈവത്തിന്റെ ഇഷ്ടമെങ്കിൽ ഇന്നും ദൈവത്തിന്റെ സന്തതി മറ്റൊരു ദൈവസന്തതിയെ കൊണ്ടുവന്നിരിക്കും. നമ്മളും ദൈവസന്തതിയെ പോലെ തന്നെ ജീവിച്ചിരിക്കും. ഇതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. എന്നാൽ ഉൽപ്പത്തി 4 നമ്മൾ അതിനു മുമ്പേ നോക്കി. കായിന്റെ വംശപരമ്പര. ആദാമിന്റെ മകനല്ല കായി. ഇന്ന് നമ്മൾ എടുക്കുന്നത് നോഹയുടെ കാലമാണ്. പക്ഷെ നോഹയുടെ കാലത്ത് സംഭവിച്ചത് എന്ത് എന്ന് നമ്മൾ നോക്കുകയാണ്. ആ കാലത്ത് അവിടെ സംഭവിച്ചത് സേത്തിന്റെ മക്കളും കായിന്റെ മക്കളും തമ്മിൽ ഇടകലർന്ന് വിവാഹം കഴിച്ചതിന് ഫലമായിട്ട് ഭൂമിയിൽ മല്ലന്മാരുണ്ടാവുകയും അത് നിമിത്തം ദൈവം ഭൂമിയെ എല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതിന്റെ ചുരുക്കം നമ്മൾ നോഹയുടെ കാലവും നോക്കി, സേമിന്റെ മക്കളെ നോക്കി, അല്ലെങ്കിൽ ദൈവം കൊന്നവരെ നോക്കിക്കൊണ്ടിരിക്കാനല്ല. ഇന്ന് ദൈവം വിളിച്ച് പുറത്തേക്ക് കൊണ്ടിരിക്കുന്ന ദൈവ മക്കളാണ് നമ്മൾ മനുഷ്യരുടെ പുത്രിമാർ. സൗന്ദര്യം എപ്പോഴും മനുഷ്യരുടെ പുത്രിമാർക്കാണ്, ലോകത്തിനുള്ളതാണ്. അതിനോട് ഇഴുകിച്ചേരാതെ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അത് വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കാൻ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാതെ ബുദ്ധിയിൽ ലോകത്തോട് ഇടകലർന്ന് ജീവിക്കുന്നു എങ്കിൽ നമ്മളിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ആത്മീക സന്തതി, അതായത് ആത്മാവിന്റെ ഫലം എന്നത് ജാരസന്തതിയായിരിക്കും. ദൈവസന്തതിയാവില്ല. കർത്താവ് അങ്ങനെയുള്ള വ്യക്തികളെ സ്വർഗീയ പ്രവേശനം കൊണ്ടുപോവുകയില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം എടുക്കേണ്ട പ്രാധാന്യം. അല്ല, നോഹയുടെ കാലത്തെ കുറിച്ച് പഠിക്കാനല്ല നമ്മളിരിക്കുന്നത്, ജാരസന്തതിയെ കുറിച്ച് പഠിക്കാനല്ല. നമ്മൾ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ജനമാണോ അതോ സർപ്പസന്തതിയാണോ അതോ ജാരസന്തതിയാണോ? നമുക്ക് ഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവർ എന്ന് കണ്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ എഴുന്നേറ്റിരിക്കണം, ദൈവജനം വായിക്കുമ്പോൾ എഴുന്നേറ്റിരിക്കണം. അപ്പോൾ യഹോവ, മനുഷ്യരിൽ എന്റെ ആത്മാവ് സദാകാലവും ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലയോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകും. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു. അതിന്റെ ശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രന്മാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിക്കൊണ്ട് യഹോവ അനുദപിച്ചു. അത് അവന്റെ ഹൃദയത്തിൽ ദുഃഖമായി തോന്നി. കർത്താവേ സ്തോത്രം. പ്രാർത്ഥിക്കാം. നിങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത്. പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ പാസ്റ്ററിന്റെ ദാഹം പാസ്റ്റർ പറയും. നിങ്ങളുടെ ദാഹം നിങ്ങളോട് കർത്താവ് ഇടപെടണമെന്നാണ്. ദൈവത്തിന് ദുഃഖം തോന്നിയത് ഒറ്റ കാരണം കൊണ്ടാണ്. ദൈവത്തിന്റെ രീതി പ്രകാരമല്ല പുതിയൊരു ജനറേഷൻ വന്നത്. ഇന്നും ദൈവം ലോകത്ത് നിന്ന് നമ്മെ വിളിച്ച് ഈ സഭയിൽ കൊണ്ടാക്കിയിട്ട് അതത് തരം വിത്തുള്ള ഫലം കായ്ക്കണമെന്ന് പറഞ്ഞതുപോലെ നാം ദൈവസന്തതിയാണെങ്കിൽ നാം ക്രിസ്തുവുമായി ചേർന്ന് കഴിഞ്ഞാൽ നാം ഗർഭവതിയാകും. നമ്മൾ ശാരീരികമായി പുരുഷനും സ്ത്രീയുമാണെങ്കിലും ക്രിസ്തുവിന്റെ സന്നിധിയിൽ നാം മണവാട്ടിമാരാണ്. ക്രിസ്തുവുമായി ബന്ധം ചെയ്താൽ നമ്മുടെ ഉള്ളിൽ ഒരു സന്തതി ഉണ്ടാവും. അതിന്റെ ജീവിതം ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാം. അത് ദൈവസന്തതി തന്നെയായിരിക്കണം. ദൈവത്തോടുള്ള ഏകാഗ്രതയിൽ നിർമ്മലതയിൽ തന്നെയായിരിക്കണം. ഇല്ല എങ്കിൽ കർത്താവിന്റെ ഹൃദയത്തിൽ ദുഃഖം തോന്നുകയും പിന്നെ സോദോമിന്റെ നാളുകൾ പോലെ കൂട്ടിക്കെട്ടി കത്തിക്കുക അത്രയും ബാക്കി. കാരണം കർത്താവെ, ഇതിലേതിൽ പെടുന്നുവെന്ന് നമ്മളെ പരിശോധിക്കേണ്ടപ്പോൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ ആമേൻ. ആമേൻ. ഇരിക്കാം, എല്ലാവർക്കും ഇരിക്കാം. നമ്മളിന്നിവിടെ ആയിരിക്കുന്നത് ദൈവം വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു കൂട്ടം ജനം ദൈവം പറഞ്ഞ പ്രകാരം കേൾക്കാതെ ജീവിച്ചപ്പോൾ ദൈവം അവയൊക്കെയും കൊന്നുകളഞ്ഞതായി നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വായിച്ച വേദഭാഗങ്ങളാൽ നമുക്ക് മനസ്സിലായി. നമ്മൾ അവരെ നോക്കിയിരിക്കേണ്ടവരല്ല, നമ്മൾ നമ്മളെ നോക്കണം. ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലാണ് എന്നിൽ നിന്ന് ഒരു ജീവിതവും ഒരു ജനനവും
ജീവിതാനുഭവം ഉണ്ടാകുന്നുവെങ്കിൽ അത് മാത്രമാണ് ദൈവം ചേർത്ത് കൊണ്ടുപോകുന്നത്. ബാക്കിയെല്ലാം കൂട്ടിക്കെട്ടി കത്തിയത്ര ചെയ്യുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഹൃദയത്തിൽ ദുഃഖം തോന്നിയ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. വചനം നോക്കാം. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. മനുഷ്യൻ എന്നാണ് അത് കായിന്റെ മക്കളായാലും ശരി തന്നെ ദൈവത്തിന്റെ മക്കളായാലും ശരി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ, ഇത് സേത്തിന്റെ വംശപരമ്പരയാണ്. അനേകം പേർ പഠിപ്പിക്കുന്നത്, എന്നെ പഠിപ്പിച്ചിരുന്നത്, ആകാശത്ത് നിന്ന് ഗന്ധർവന്മാർ ഇറങ്ങി ഭൂമിയിലെ സ്ത്രീകൾ സൗന്ദര്യവതികൾ എന്നുകൊണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ കുഞ്ഞുങ്ങൾ എന്നാണ് പറയുന്നത്. അത് ഒരിക്കലും സാധ്യമല്ല. ദൂതന്മാർക്ക് വിചാരങ്ങളോ ലൗകിക വിചാരങ്ങളോ ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടെ സംഭവിച്ചത് ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറയുന്നത് സേത്തിന്റെ വംശപരമ്പര. അത് ദൈവത്തെ അനുസരിക്കുന്ന ഒരു കൂട്ടം ജനം. അടുത്ത് മനുഷ്യരുടെ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾ, കായിന്റെ വംശം, സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. ഈ വാക്യങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചിട്ട് നമ്മൾ അവര് ഭാര്യമാരായി എടുത്തു നോക്കിക്കൊണ്ടിരിക്കുകയല്ല. നമ്മൾ ഭാര്യ എടുക്കുന്നില്ല, വേറൊരു ഭർത്താവിനെ എടുക്കുന്നില്ല എന്നല്ല നോക്കണം. അതങ്ങനെ നോക്കിക്കോളൂ, കുഴപ്പമില്ല. പക്ഷെ ആത്മീകമായി ഇതിനെ കൺവെർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരു ഭാര്യയാണ്, മണവാട്ടിയാണ്. നമ്മൾ ദൈവസഭയിൽ കർത്താവ് വിളിച്ച് പുറത്തേക്ക് കൊണ്ടത് നമ്മൾ ഒരു കണ്ടുപിടിക്കുന്നത് നമ്മൾ ഭാര്യയാണ്. നമുക്കൊരു ഭർത്താവുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരാക്കി എടുത്തു എന്ന് പറഞ്ഞാൽ ഇന്ന് ആത്മീകമായി എങ്ങനെയാണത്? ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുവനിലും പിതാവില്ല. ഈ പിതാവാണ് ഭർത്താവ്. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 20 വായിച്ചു. അവിടെ പറയുന്നുണ്ട്, ഞാൻ ഇസ്രായേലിനോട് പറഞ്ഞതാ, അത് നമുക്കിന്ന് ബാധകമാണ്. നമുക്കിന്ന് യേശു ക്രിസ്തുവാണ് ഭർത്താവ്. അപ്പൊ വേറെ വിവാഹം കഴിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ വേറെ സഭയിൽ പോകുന്നില്ല, ഞാൻ ഈ സഭയിൽ തന്നെ ഇരുന്ന് വചനം കേൾക്കുന്നു, അല്ലെങ്കിൽ മെസ്സേജ് തന്നെ കേൾക്കുന്നു, വായിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനിടയിൽ നമുക്ക് പലപ്പോഴും വേറെ വിവാഹം കഴിച്ച് വ്യഭിചാരിയായി പോകാൻ ചാൻസ് എവിടെയാണ്? ബുദ്ധിയിൽ. അതാണ് നമ്മൾ 31-ാമത്തെ പുസ്തകത്തിലെടുത്ത എന്താണ്, ഞാൻ നക്ഷത്രങ്ങൾക്ക് മീതെ കയറും. നക്ഷത്രം ദൈവത്തിന്റെ ഏഞ്ചൽമാർ. ദൈവം വന്നപ്പോഴും ദൂതൻ എന്ന് തന്നെ പറഞ്ഞു. അപ്പൊ ദൈവം തന്റെ വചനത്തിന്റെ അരുളപ്പാടുകൾ നൽകുമ്പോൾ അതിന് വിരുദ്ധമായി നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ചിന്തകൾ, ഹൃദയത്തിലാണ് ദൈവത്തിന്റെ സിംഹാസനം, അതിന് മുകളിൽ തലയിൽ വരുന്നതാണ് ചിന്ത. ആ ചിന്ത നമ്മൾ സ്വീകരിക്കുമ്പോൾ ഇവിടെയും നമ്മൾ ബോധിച്ചവരെ വിവാഹം കഴിച്ചെന്ന് ദൈവം കാണും. അത് വ്യഭിചാരം എന്നാണ് പറയുന്നത്. വ്യഭിചാരിണികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഓക്കെ, അപ്പോൾ ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല. അപ്പൊ ഇന്ന് ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിൽക്കാതെ മറ്റുള്ള പാസ്റ്റർമാരോ മറ്റു വെളിപ്പാടോ സ്വീകരിച്ചാൽ എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകില്ല. ആദ്യം നമ്മൾ അത് കേട്ട് അത് ശരിയെന്ന് പറഞ്ഞ് പോകുമ്പോൾ ഒരു ഹൃദയത്തിന് വേദന ഉണ്ടാവും, കുത്തുണ്ടാവും. അപ്പോൾ തെറ്റാണ് എന്ന് ദൈവം എന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് കവിഞ്ഞ് ഞാൻ വീണ്ടും അതിലേക്ക് ഒഴുകി ചേർന്ന് പോയി ഇതിനെ തള്ളിക്കളയുന്ന തരത്തിലുള്ള വിശ്വാസവും ജീവിതവും ആകുമ്പോൾ പിന്നെ ആ ആത്മാവ് എന്റെ ഉള്ളിൽ ഉണ്ടാവുകയില്ല. അവൻ ജഡം തന്നെയല്ലയോ? കണ്ടോ, കർത്താവ് പുറത്തു പോയാൽ പിന്നെ നാം വെറും ജഡമാണ്. മനസ്സിലാവും? ഇങ്ങനെ പഠിപ്പിക്കണം. അതായത് ഇങ്ങനെ നോഹയുടെ കാലത്ത് ഇങ്ങനെ സംഭവിച്ചു, അവർ വിവാഹം കഴിച്ചു, അവരങ്ങനെ പോയി എന്ന് പഠിപ്പിച്ചാൽ മതിയോ? ശരിയായി പഠിപ്പിച്ച വേദന ഉളവാക്കും. ഇന്ന് രാവിലെ മെസ്സേജ് ഇട്ടിരുന്ന മെസ്സേജിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഓരോരുത്തരും മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായത് ഞാൻ ശരിയല്ല. അപ്പൊ നമുക്ക് വേദന ഉണ്ടാക്കുന്നുവെങ്കിൽ നമ്മൾ അങ്ങനെ അല്ല. ദൈവം ആഗ്രഹിക്കുന്നതിന് ഉപരിയായി നമുക്ക് കുറെ ചിന്തകളും പ്ലാനുകളും ഉള്ളത് കൊണ്ടാണ് നമുക്ക് വേദന തോന്നുന്നത്. അതല്ല, അതിനോട് യോജിച്ചു പോകുന്ന തരത്തിലാണെങ്കിൽ നമ്മൾ അറിയാതെ ആമേൻ ഹല്ലേലൂയ, ഓ കർത്താവേ അങ്ങനെ ജീവിക്കാൻ, ഇത്രയും പ്രതികൂലത്തിന്റെ ഇടയിൽ എനിക്ക് അങ്ങനെ ജീവിക്കാൻ സാഹചര്യം തന്നല്ലോ, എന്നെ അങ്ങനെ വഴി നടത്തുന്നല്ലോ എന്ന് പറഞ്ഞ് കർത്താവിന് മഹത്വം നടത്തും. നമുക്ക് കർത്താവ് പുറത്തു പോയാൽ പിന്നെ ജഡം. വെളിപ്പാട് പുസ്തകം പറയുന്നത് എന്താ? ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. അപ്പൊ നേരത്തെ എവിടെയായിരുന്നു? സഭയ്ക്കകത്തായിരുന്നു, ഉള്ളിലായിരുന്നു. ഇപ്പോൾ സഭയ്ക്ക് പുറത്തു പോയപ്പോ ആ സഭകളിൽ എന്ത് സഭയായി? ജഡീക സഭയായി. ഇവിടെ ജഡം തന്നെയല്ലയോ? അപ്പൊ ആത്മീയ സഭയുമുണ്ട്, ജഡീക സഭയുമുണ്ട്. കർത്താവ് പുറത്തു വന്നിട്ട് വാതിൽക്കൽ നിന്ന് മുട്ടി വിളിക്കുകയാണ്. നമ്മളെല്ലാം ആയിരുന്നത് എവിടെയാണ്? ജഡീക സഭയിലാണ്. നമ്മളൊന്ന് വിചാരിച്ചു ദൈവത്തിന്റെ മണവാട്ടിയാ, കർത്താവ് വന്നാൽ ഇപ്പോൾ പോകും. പക്ഷെ വചനകാലത്തികവിൽ നമ്മെ ഗ്രഹിപ്പിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി നാം ഇരുന്നിടത്തും കർത്താവില്ല, നമ്മുടെ ഉള്ളിലും കർത്താവില്ല. പിന്നെ എന്ത് ചെയ്യണം? ആ മുട്ടി വിളിക്കുന്നവന്റെ ശബ്ദം കേൾക്കണം. എന്റെ ആടുകൾക്കേ കേൾക്കാൻ പറ്റുള്ളൂ.
കേട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് വരണം. പുറത്തേക്ക് വന്നാൽ നയിക്കാൻ ഒന്നുകിൽ കർത്താവ്, ഇല്ലെങ്കിൽ കർത്താവ് നിയമിച്ചാക്കിയ ആള്. അവരെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ക്രിസ്തുവിന്റെ ഭാര്യമാർ ബുദ്ധിയിൽ വരുന്നതോ മറ്റൊരു ഉപദേശം കേട്ടാൽ വ്യഭിചാരം ചെയ്യുന്നവരായി വീണു പോകും. അപ്പൊ ഇന്ന് അതിന് വെള്ളപൂശിയ ശവക്കല്ലറകൾ എന്ന് പറയുന്നത് വെറുതെയുള്ള വാക്കല്ല. കർത്താവ് സഭയ്ക്കകത്തുണ്ടായിരുന്ന സഭയിൽ നിന്ന് കർത്താവ് പുറത്തുപോയി. ഇന്ന് ശവക്കല്ലറയാണ് ആ സഭകൾ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കർത്താവ് ജീവൻ എപ്പോഴും ക്രിസ്തു ഉള്ളപ്പോൾ, ക്രിസ്തു പുറത്തു വന്നാൽ വെറും ജഡം തന്നെയല്ലയോ? ഓക്കെ. എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകും എന്നറിവ് ചെയ്തു. അപ്പോ ഈ കാലവും പെന്തക്കോസ് കാലം, വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിലാണ് പറഞ്ഞത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടി വിളിക്കുന്നു, ഞാൻ പുറത്തേക്ക് വന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ കർത്താവ് അവിടെ ഇല്ല. അത് കഴിഞ്ഞാൽ പുറത്തേക്ക് വിളിക്കുമ്പോൾ ഒരു ജനനം നടക്കുകയാണ് അവിടെ, വീണ്ടും ജനനം. ആ ജനനം സംഭവിച്ചാൽ പിന്നെ എത്ര വർഷം എന്നാ അവരുടെ ആയുസ് എത്രയാക്കി? അത് കണ്ടിട്ട 120 ആക്കി. അപ്പോൾ ഈ കർത്താവ് വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന പെന്തക്കോസിന് ശേഷം വിളിച്ചു കൂട്ടിയ ഈ ദൈവസഭ ദൈവവചന പ്രകാരം 120 വർഷം. അത്രയും നീണ്ടുപോകില്ല. നീണ്ടുപോയാൽ ഒരു ജഡവും അവശേഷിക്കില്ല എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഈ കാലത്താണ് പണ്ട് കാലത്തുള്ളതിനേക്കാൾ ഏറിയ ഭാഗവും പാപം. ആ പാപം വർദ്ധിക്കുന്നത് കൊണ്ട് അനേകരുടെ വിശ്വാസം തണുത്തു പോകും. എല്ലാവരും ദൈവസന്നിധിയിൽ നിന്ന് വീണു പോകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും അവശേഷിക്കില്ല. ഓക്കെ. ആത്മാവുള്ള വ്യക്തിയല്ല ജഡം. ജഡം എന്താ? ക്രിസ്തു ഇല്ലാത്തത്. അപ്പൊ ക്രിസ്തു ഇല്ലാത്തത് എത്രയും പെട്ടെന്ന് ക്രിസ്തു പ്രാപിച്ച് ജീവനിലേക്ക് വന്നാൽ അവർ കർത്താവുമായിട്ട് ബന്ധമുണ്ട്, അവരങ്ങ് പോവുകയും ചെയ്യും. ഓക്കെ. അപ്പൊ 120 വർഷം അതിനുള്ളിൽ തന്നെ കർത്താവ് വരും. ആ കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു. ആരാണ് ഈ മല്ലന്മാര്? ഇന്ന് ആത്മീയമായി പറയണം, ആരാണ്? ഇത്രയും സമയം പറഞ്ഞു തന്ന പ്രകാരം നിങ്ങൾക്ക് മനസ്സിലായാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ആരാണ് മല്ലൻ? നോക്കൂ, അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു. ഈ കാലത്ത് മല്ലന്മാരുണ്ടോ? വെളിപ്പാടിന് എന്ന് പറയാം. ഓക്കെ, അത് ഇവിടെ നമുക്കിത് മനസ്സിലായി. അതല്ല ചോദ്യം. ഈ കാലത്ത് മല്ലന്മാരുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആര്? ഇനി കുറച്ച് പുറകിലേക്ക് പോയാൽ മല്ലന്മാരുണ്ടായത് എങ്ങനെ? ഇപ്പൊ പറഞ്ഞു നിർത്തിയ കാര്യമാണ്. മല്ലന്മാരുണ്ടായത് എങ്ങനെ? ദൈവത്തിന്റെ ജനവും കായീന്റെ മക്കളും വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങൾ ജനിച്ചു. അവരാണ് മല്ലന്മാർ. ഇതെന്താണ് എന്ന് സേത്തിന്റെ മക്കളെയും കായിന്റെ മക്കളെ നോക്കിക്കൊണ്ടിരിക്കാനല്ല പഠിപ്പിച്ചത്. ദൈവം വെളിപ്പാടിൽ പറയാണ്, ഈ കാലം അങ്ങനെ ആകുമെന്ന് പറഞ്ഞാൽ ഈ കാലത്ത് അങ്ങനെ ആയെങ്കിൽ, അങ്ങനെ ഇവിടെ സംഭവം നടന്നോ, അങ്ങനെ ജനിച്ചെങ്കിൽ ആ മല്ലന്മാർ ആരാണ്? ആമേൻ. ഈ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തിലിരിക്കുന്ന ജനമാണ് മല്ലന്മാർ. ദൈവത്തിന്റെ വെളിപ്പാടിൽ അപ്പോസ്തലന്മാരിലൂടെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച വചനവും അവരെടുക്കുന്നു. അപ്പൊ ദൈവജനം എന്ന് അവർ അവകാശപ്പെടുന്നു. കൂടെ പിശാച് പഠിപ്പിക്കുന്നു കൊടുക്കുന്നു, കായിന്റെ മക്കൾ. അവരിൽ നിന്ന് ഇത് പ്രവാചകൻ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. കത്തോലിക്കക്കാരൻ കത്തോലിക്കന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു, പെന്തക്കോസുകാരൻ പെന്തക്കോസിന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. മർത്തോമക്കാരന്റെ മക്കൾ മർത്തോമല്ലേ മോളും. അവരങ്ങനെ തന്നെ പ്രസവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ജനം എന്ന് പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തി മുതൽ ആത്മാവ് വഴി നടത്തുന്ന പ്രകാരമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടോ? അവർ മാത്രമാണ് ദൈവജനം. ബാക്കിയുള്ളത് മിങ്കിളിൽ ഒന്നാണ്. അവരാണ് ഈ കാലത്തെ മല്ലന്മാർ. ഇന്നലെ ഒരു പാസ്റ്റർ എന്നെ വിളിച്ചു. ഒരു സ്നാനം ഇട്ടപ്പോ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടില്ല, കിട്ടാന്ന് വിചാരിച്ചു. കേൾക്കാൻ പഠിക്കാൻ താല്പര്യമുള്ള ആർക്കെങ്കിലും വേണം ഇട്ടുതരാം. ഒരു പാസ്റ്റർ വന്നിട്ട് ഒരുപാട് കാര്യം സംസാരിക്കുന്നു. ഒരു കാര്യം പറഞ്ഞുകൂടെ? ദൈവത്തിന്റെ വചനം കൃത്യം മണിമൂല കൊടുത്തിട്ട് പറയണം, നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കല്ലേ. യഹോവ പറഞ്ഞു, ഞാനല്ലാതെ ഒരു രക്ഷിതാവും ഇല്ല. ഇല്ല എന്ന് പറഞ്ഞ യേശു ക്രിസ്തു രക്ഷിതാവെന്ന് പറഞ്ഞ ആമേൻ. പക്ഷെ അത് രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുമ്പോഴാണ് തോറ്റു പോകുന്നത്. അപ്പൊ പിന്നെ അതങ്ങനെ ചെയ്യും. ആത്മാവായ ദൈവം, അതേ ആത്മാവായ ദൈവം തന്നെ ശരീരത്തിൽ വന്നപ്പോഴും രക്ഷിതാവായി. രണ്ട് രക്ഷിതാവില്ല. ഇങ്ങനെ വിശദീകരിച്ചിട്ട് പറയുന്നത് അതൊന്നും മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ ശരിയായ വിശ്വാസത്തിൽ നിൽക്കുന്ന നമ്മെ തെറ്റിക്കുന്നവന്മാരാണ് ഈ കാലത്തെ മല്ലന്മാർ. പിശാചാണ് ഒന്നാമത് തെറ്റിക്കുന്നത്.
പക്ഷെ അവരുടെ സന്തതികൾ അതും ശരി തന്നെ ഇതും ശരി തന്നെ. കർത്താവ് യേശുക്രിസ്തു നമ്മൾ സ്നാനപ്പെടുന്നതേ അവർക്ക് ഇഷ്ടമല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ 36 ഇത്രയും കാലം വായിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോയാൽ നമുക്ക് പരിശോധിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഒരുങ്ങാൻ എന്തെങ്കിലും ഉണ്ടോ? ആ കാലത്ത് മല്ലന്മാരുണ്ടായിരുന്നു. കായിന്റെ മക്കളും സേത്തിന്റെ മക്കളും വിവാഹം കഴിച്ചു, ദൈവത്തിന് ദുഃഖം തോന്നി എന്നല്ല. ഞാൻ ഈ മല്ലന്മാരിൽ പെട്ടതാണ്. ഈ സഭയിൽ തന്നെ ഇരിക്കുന്നത്. വില്യംമാരും ബ്രഹാമിലൂടെ കർത്താവ് തന്ന വെളിപ്പാട്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ കർത്താവ് തന്ന വെളിപ്പാടിന് പുറത്താണെങ്കിൽ ഇതിനകത്തിരുന്നു കൊണ്ടും തെറ്റിക്കും. വിശ്വസിക്കില്ല കേട്ടോ, അതൊക്കെ ചുമ്മയാണ്, വെറുതെയാണ് എന്ന് ബുദ്ധി പറഞ്ഞു തരും നമുക്ക്. വേണമെങ്കിൽ നമ്മൾ വാ കൊണ്ട് പറയുകയും ചെയ്യും. എങ്കിൽ ആരാണ് ഇതിനകത്തിരിക്കുന്ന ജാരസന്തതിയാണ്, മല്ലന്മാരാണ്. അപ്പൊ ബുദ്ധി പറഞ്ഞു തരുന്നതല്ല കേൾക്കാൻ. ക്രിസ്തു പറഞ്ഞതും നിങ്ങൾ സഭയിൽ ഞാൻ പറയാം, പബ്ലിക്കായിട്ടാണ്. ക്രിസ്തു പറഞ്ഞതും അല്ല കേൾക്കാനെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയാണ് പറയേണ്ടത്. അവിടെ വെച്ച് പിടിക്കും, അത് മാത്രം പിടിക്കും. ക്രിസ്തു പറഞ്ഞതല്ലേ മത്തായി 28:19, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുക. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ക്രിസ്തു പറഞ്ഞു, ഇനി ഞാൻ പോയ ശേഷം പരിശുദ്ധാത്മാവ് വന്നിട്ട് ഞാൻ പറഞ്ഞതിനെ ഓർമ്മപ്പെടുത്തി ഉപദേശിക്കും. അതിനെ കേൾക്കാൻ പറയുമ്പോൾ അത് വന്നു കഴിയുമ്പോൾ ഇത് വേണ്ട, യേശു പറഞ്ഞത് മതി എന്ന് പറയുന്നവൻ മരണത്തിലാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞാൽ ക്രിസ്തു പറഞ്ഞ കേൾക്കേണ്ട എന്നുള്ളതല്ല. യഹോവ പറയുന്നത് കേൾക്കണമെന്ന് പറഞ്ഞാൽ എങ്കിലേ അനുഗ്രഹിക്കപ്പെടുള്ളൂ എന്ന് പറഞ്ഞ ഒരു കൂട്ടം ജനത്തിന്റെ മുമ്പിലാണ് മശിക വന്നത്. മശിക വന്നപ്പോൾ എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് നിന്നെ വേണ്ട, ഞങ്ങൾക്ക് മോശ പറഞ്ഞത് മതി. മോശ പറഞ്ഞപ്പോൾ കേൾക്കേണ്ട കാലം കഴിഞ്ഞു എന്നത് അവർക്കറിയില്ലായിരുന്നു. ആവർത്തന പുസ്തകം 18 വേണ്ടത് പറഞ്ഞത് മശിക വരുമ്പോൾ അവനെ കേൾക്കണം എന്ന് ആര് പറഞ്ഞു? യഹോവ പറഞ്ഞു. അപ്പൊ മശിക കേൾക്കുന്നവന് യഹോവയെ കേൾക്കുന്നത് തുല്യ. പക്ഷെ അവർക്ക് ബുദ്ധി ഗ്രഹിച്ചില്ല. അപ്പൊ അവരെന്ന് പറഞ്ഞു പറ്റില്ല. അവരാണ് ആ കാലത്തെ മല്ലന്മാർ. ദൈവത്തിന്റെ വചനം കുറച്ചെടുത്ത് പിശാചിന്റെ വചനം എടുത്ത് ബുദ്ധി എടുത്തിട്ട് വിശ്വസിച്ച് യേശുവിനോടൊപ്പം കൂടിയ കുറെ നമ്മളെ പോലെ ഒരു യോഗ്യത ലോകപ്രകാരം നോക്കിയാൽ ഇല്ലാത്ത വ്യക്തികളെ അവർ നമ്മളെ എതിർക്കും. നമ്മോട് എതിർത്ത് ഇതൊന്നും ശരിയല്ലേ, വിശ്വാസത്തിൽ ഇത്രയും ദൂരെ പോകേണ്ട ആവശ്യം തോന്നുന്നു, ഇവിടെ വേറെ പള്ളികളില്ലേ, ഇങ്ങനെ പറയുന്ന കേട്ടുള്ള അവരാണ് മല്ലന്മാർ. അങ്ങനെ ഒരു മല്ലന്മാർ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായത് ഓർത്താണ് ദൈവത്തിന് ദുഃഖം തോന്നിയത്. ഇന്നും ദൈവം നമ്മെ വിളിച്ച് ഈ സഭയിൽ കൊണ്ടുവന്ന് ഇരുത്തിട്ട് ദൈവിക വെളിപ്പാടുകൾ കണ്ടു വായിക്കാനും കേൾക്കാനും, അപ്പൊ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് ഗ്രഹിക്കാതെയും മനം തിരിഞ്ഞ് വരാതെയുമാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ വീണു പോയവരാണ് ഈ സഭയിൽ ഇരിക്കുന്നവരാണ്. അപ്പൊ ദൈവത്തിന് ഹൃദയം ദുഃഖം തോന്നും. അടുത്തെന്ത് ചെയ്യും? അടുത്തതായിട്ട് വായിക്കാൻ എല്ലാറ്റിനെയും കൊന്നു കളയും. അപ്പൊ ദൈവത്തിന്റെ ഹൃദയത്തിന് ദുഃഖം തോന്നിയത് ആ പ്രകാരമാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നതെങ്കിലും ദൈവത്തിന് ദുഃഖം തോന്നും. എത്ര ബുദ്ധിമുട്ടായാലും വളരെ കാലമില്ല, നമുക്കറിയാം. ഇപ്പൊ ഇസ്രായേലിൽ നടന്ന സംഭവം, ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബിട്ട് അവസാനം ന്യൂക്ലിയർ ബോംബിടും. അമേരിക്കയിലും കൊണ്ടുവന്നിടും, റഷ്യയിലും ഇടും. അപ്പൊ പിന്നെ കാലം തീർന്നു. ഇപ്പൊ ഈ ഒരാഴ്ചക്കുള്ളിൽ സംഭവിച്ചിരുന്നെങ്കിൽ നമ്മളുടെ എത്ര വരെ പോകും? ഈ പറഞ്ഞതുപോലെ മല്ലന്മാരല്ലാതെ കൃത്യം ദൈവത്തിന്റെ വചനപ്രകാരം തന്നെ സഭാരാധന അലക്ഷ്യമാക്കാതെ, ഉപേക്ഷയാൻ വിചാരിക്കാതെ, ദൂരദേശത്ത് എവിടെയായാലും ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ പങ്കെടുത്ത് പുറത്തു പോയാലും ഈ ദൈവിക വെളിപ്പാടിൽ തന്നെ മറ്റുള്ളവരെ കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും ജീവിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന എത്ര പേരുണ്ട്? അവർ മാത്രം പോകും. ഇപ്പൊ നീട്ടിവെച്ചതൊന്നും അല്ല കേട്ടോ, ചെറിയ പ്രശ്നം ഉണ്ടാവും. ഇത് ഇറാന് കുറച്ചുകൂടെ ഒരുങ്ങാനാണ്. ഒരു യുദ്ധം വരുന്നതിന് മുമ്പ് ഇറാനും കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഇറാൻ ശത്രുവാണ്. ശരി, റഷ്യയുടെ കീഴിൽ ഒരു ഗ്രൂപ്പും, അത് നമ്മൾ ഇപ്പം നോഹയുടെ കാലം കഴിഞ്ഞ അടുത്ത അബ്രഹാമിന്റെ കാലമാണ് വരുന്നത്. അബ്രഹാമിന്റെ കാലത്തിന് അടിമത്തമുണ്ട്, 7 അടിമത്തം പഠിപ്പിക്കുക. ആ സമയത്ത് മനസ്സിലാകും കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന 2 ചേരികളെ കുറിച്ച് ബൈബിളിലുണ്ട്. ആ ചേരി തിരിവിന്റെ തുടക്കമാണ് ഇപ്പൊ നടക്കുന്നത്. റഷ്യയുടെ പേരിൽ ഈ ഇറാനൊക്കെ റഷ്യയുടെ പേരിൽ പോകും. അപ്പൊ ഇപ്പൊ ഇറാൻ പുറകോട്ട് പോയി ഇപ്പൊ വിചാരിച്ച രീതിയിൽ ഇസ്രായേലിനെ ആക്രമിച്ചാൽ നശിച്ചു പോകും. അവർ ബോംബിട്ട് കൊല്ലും. പക്ഷെ അങ്ങനെ കൊല്ലില്ല. ദൈവത്തിന്റെ കയ്യിൽ ചട്ടുപോയതാണ് കമ്മ്യൂണിസ്റ്റാണ്, അത് റഷ്യ, ചൈനയാണ്. അവർ ഇനിയും പ്രബലപ്പെടണം. അപ്പോഴത്തേക്ക് ഇറാനും കുറെ ആയുധം സ്വരൂപിച്ച് അവരും ശക്തിപ്പെട്ട് ഇസ്രായേലിനെ മുഴുവൻ അടിക്കും കേട്ടോ. ഇസ്രായേൽ കിടക്കുന്നവരൊക്കെ മരിക്കും. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇസ്രായേൽ കിടക്കുന്നവരെല്ലാം മരിക്കും. വലിയ കഷ്ടതയിലാക്കിക്കളയും. യാക്കോബിന്റെ കഷ്ടം പോലെ ഭൂമി ഉണ്ടായിട്ട് ഇന്ന് വരെ ഉണ്ടാകാത്ത മഹാകഷ്ടം അവർക്ക് വരുത്തും ദൈവം. പണ്ടൊരിക്കൽ കുറച്ച് വരുത്തിയതാണ്, ആ അടിമത്തത്തിലെടുക്കും. അപ്പൊ ഇനിയും വരുത്തും. അപ്പൊ ഈ സൈന്യങ്ങളെല്ലാം മരിക്കും, ജനം മരിക്കും.
അപ്പോഴേക്കും ഒരു ബോംബിടും. മൂന്നാം ലോക മഹായുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് കർത്താവ് തന്റെ ജനത്തെ കൊണ്ടുപോകും. അത് കഴിഞ്ഞ് അല്പജനം മാത്രം ആവുമ്പോഴത്തേക്ക് അവന്മാർ നിലവിളിക്കും. കുത്തിയെങ്കിലേക്ക് നോക്കി നിലവിളിക്കുന്നതല്ല. ഈ യഹൂദ ജനം ഇത്രയും ശാസ്ത്രീയമായി പുരോഗമിച്ചിട്ട് ലോകത്തിന്റെ മുമ്പിൽ ഇപ്പൊ ഇസ്രായേലിന്റെ രക്തം ലോകത്തിലെ ഏത് മനുഷ്യന്റെ രക്തത്തേക്കാൾ വിലയുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. അവര് പച്ചയ്ക്ക് പറയുന്നുണ്ട്. പക്ഷെ ഈ രക്തത്തിനൊന്നും വിലയില്ലാതെ വരുന്ന ഒരു സമയമുണ്ടാവും. അവർ വിചാരിച്ചിട്ട് ലോകത്തെ ജയിക്കാൻ കഴിയാത്തതായ ഒരു അവസ്ഥയിൽ ഇനിയിപ്പോ വരാൻ പോവുകയാണ്. അന്ന് അവർ ദൈവത്തെ ഉഗ്രമായി നിലവിളിക്കും. ആ നിലവിളിക്കുന്ന സമയത്ത് ദൈവം പറഞ്ഞു, ഞാൻ എന്റെ ജനത്തിന് പരിധിയും പലകയുമായിരിക്കും. യെഹെസ്കേൽ പ്രവാചകൻ വായിച്ചു നോക്കുക. 1-2 ലോകമഹായുദ്ധത്തിലും ഇപ്പോൾ മരിക്കുന്ന ഈ സൈനികന്മാരെ മുഴുവൻ കർത്താവ് തിരികെ കൊണ്ടുവരും. ഉയർപ്പിച്ചു കൊണ്ടുവന്ന് അവരുടെ അസ്ഥികൾ നോക്കി പ്രവചിക്കും. ജീവനുണ്ടാകട്ടെ, അസ്ഥിയും മാംസവും നാടിഞരമ്പുകളും ഉണ്ടാകട്ടെ, ജീവനുള്ള വലിയൊരു സൈന്യമായി തീരട്ടെ. അന്ന് സൈന്യം വരും. ആ സൈന്യം അവർ യുദ്ധം ചെയ്യും, ദൈവവുമായിട്ട് ചേർന്ന് യുദ്ധം ചെയ്യും. അത് മഹോദര കാലത്താണ്. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ എടുക്കാം. അപ്പോ ഇപ്പൊ ഇറാൻ മാറി നിൽക്കുന്നത് നമുക്ക് ഇനി കുറച്ച് കാലമല്ലോ, ഒരുപാട് കാലമൊന്നുമില്ല. അവനൊന്ന് ഒരുങ്ങുന്നതാണ്. ഇസ്രായേലിനെ അടിക്കുക തന്നെ ചെയ്യും. എന്തൊക്കെ ടെക്നോളജി ഉണ്ടെങ്കിലും അവരവരെ നശിപ്പിക്കും. അത് കഴിയുമ്പോഴാണ് ലോകത്തിന്റെ വിവിധ ഭാഗത്ത് കിടക്കുന്ന 144,000 പേരെ കർത്താവ് ഇസ്രായേലിലേക്ക് കൊണ്ടുവരും. അവർക്ക് വരുവാൻ ഒരു കഴുകൻ ചിറക് വിമാനങ്ങളിലോ എങ്ങനെയെങ്കിലും അവർ ഇസ്രായേലിലേക്ക് വരികയും അവരും മരിക്കും. ഈ 1,44,000 പേരും കൊല്ലപ്പെടും യുദ്ധം ചെയ്ത്. അതിനുശേഷമാണ് കർത്താവിലേക്ക് പോകുന്നത്. അവിടെയും കുട്ടികളിലേക്ക് നോക്കി ഒരു വിളിയുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ ദൈവത്തിന് ദുഃഖം തോന്നിയതിന് കാരണം മല്ലന്മാർ. നമ്മൾ ജാഗ്രതയോടെ ഇരിക്കുക. ഈ സഭയിൽ ഇരിക്കുന്ന മല്ലന്മാർ നമ്മളാണോ? വേദനിപ്പിക്കാനല്ല, എന്നോട് പരിഭവം തോന്നാനല്ല. ദൈവത്തിന്റെ വചനം ആ വെളിപ്പാടിൽ തന്നെ പറഞ്ഞാലേ നമുക്ക് ഒരുങ്ങാൻ പറ്റുള്ളൂ. ഇല്ല എങ്കിൽ വീണുപോയവരുടെ കൂട്ടത്തിലാകും. ഓക്കെ, അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു. അതിന്റെ ശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ. അപ്പൊ ഇതെല്ലാം മല്ലന്മാരുണ്ടായിരുന്നിട്ട് വീണ്ടും 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 അത് തന്നെ സംഭവിച്ചു. ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. ഇന്ന് ദൈവവചനത്തെ സംസാരിക്കുക. ഇപ്പൊ നമുക്ക് ദൈവിക വെളിപ്പാട് ഉള്ളത് കൊണ്ട് അവരിനി എങ്ങനെയൊക്കെ സംസാരിച്ചാലും നമുക്ക് ദൈവത്തിന്റെ വെളിപ്പാട് കൊടുക്കാൻ പറ്റും. അവർ വചനം കൊണ്ടുവരുള്ളൂ. വചനം വേറെ, വെളിപ്പാട് വേറെ. വചനം നമുക്ക് എഴുതപ്പെട്ടതിന് അക്ഷര രൂപത്തിൽ നമുക്ക് തന്നിരിക്കുന്നതാണ് വചനം. ഇതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യമാണ് വെളിപ്പാട്. ആ വെളിപ്പാടാണ് ഇപ്പൊ യേശു ശിഷ്യന്മാർ ചോദിച്ചു, നിങ്ങൾ എന്നെ എന്തോ ഏലിയാവ് എന്ന് പറയുന്നു, പ്രവാചകൻ എന്ന് പറയുന്നു, മറിയയുടെ പുത്രൻ, തച്ചന്റെ മകൻ ബേൽസബൂൽ, അങ്ങനെയൊക്കെ പറയുന്നു. നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? നീ ക്രിസ്തു. ഇതാണ് വെളിപ്പാട്. നീ തന്നെയാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ അതവിടെ എഴുതി വെച്ചിട്ടില്ല. അതുപോലെ ദൈവത്തിന്റെ വചനം കൊണ്ട് അവർ വരുമ്പോൾ നമുക്ക് ദൈവകൃപയാൽ വെളിപ്പാട് പറയാൻ പറ്റും. അപ്പൊ അവർക്കൊട്ടും മനസ്സിലാവുകയുമില്ല. പക്ഷെ അവരുടെ ന്യായവിധിക്ക് മുമ്പായിട്ട് നമ്മൾ പറയണം, ചില കാര്യം വെളിപ്പെടുത്തി കൊടുക്കണം. ഓക്കെ, അപ്പൊ കീർത്തിപ്പെട്ട ഇന്നത്തെ ജനം എന്ന് പറയുന്നത് ഈ ബൈബിൾ കോളേജിലെ പണ്ഡിതന്മാർ തന്നെയാണ്. അവരെ പോലെ ബൈബിൾ ആർക്കും അറിയില്ലല്ലോ, നമുക്കൊന്നും അറിയില്ല. അവർക്ക് കാണാതെ അറിയാം. ആയിഷ ബ്രദർ ഞാനും കൂടി ഈ ഇടയ്ക്ക് അവിടെ പോയപ്പോഴത്തേക്ക് ഒരു വ്യക്തി ബൈബിളേ തുറക്കുന്നില്ല. ഏത് വാക്യം എവിടെ നിന്ന് വെച്ചാൽ അയാൾ നിങ്ങൾ പറഞ്ഞോ, അല്ലെങ്കിൽ അയാൾ അങ്ങനെ പറയും. മുഴുവൻ ഓരോ അക്ഷരങ്ങളും കാണാതെ അറിയാം. എന്തുപോലെ വെളിപ്പാടില്ല. ആ വചനം എന്ത് പറയുന്നു എന്നറിയില്ല. അപ്പൊ ഇന്നലെ തന്നെ ഒരാൾ പറഞ്ഞത് നിങ്ങൾക്കൂടെ അറിയാനോ, നമ്മുടെ പറഞ്ഞു ആരെങ്കിലും പറയുന്നു നോക്കട്ടെ. പിതാവിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും 3 പേരുണ്ട്. ഇന്നലെ പറഞ്ഞ പാസ്റ്റർ പറഞ്ഞാണ്. എന്താണിത്? നമ്മൾ ഈ സഭയിൽ വന്നിട്ട് ഇതെല്ലാം വ്യക്തമായി പഠിപ്പിച്ചിട്ടും ഒരാൾ ഇങ്ങനെ ചോദിച്ചാൽ നമ്മോട് ചോദിക്കുമ്പോൾ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് വെളിപ്പാട് നമുക്കുള്ളത്? അവർ പറഞ്ഞ ഒരു പാസ്റ്റർ ചോദിച്ചതാ, പിതാവിന്റെ സ്നേഹം പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ കണ്ട 3 പേരിന്റേത്. എങ്ങനെ ഇതിനെ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ഒരാൾ ചോദിച്ചാൽ? ഇതിനൊക്കെയാണ് ബുക്ക് വാങ്ങിച്ചു തന്നത്, പേനയും വാങ്ങിച്ചു തന്നത്. സാത്താൻ അതിനെല്ലാം ഒടിച്ചു മടക്കി കൊണ്ടിട്ടിട്ട് സഭ തന്നെ സാത്താനാണെന്ന് പറഞ്ഞ് പുറത്തു പോയി. ഇതൊക്കെ എഴുതി വെച്ചിരുന്നെങ്കിൽ നിങ്ങൾ വീട്ടിലെടുത്തിട്ട് വായിക്കുമായിരുന്നു, നോക്കുമായിരുന്നു. ക്രിസ്തുവിന് വളരാൻ പറ്റുമായിരുന്നു. ഇപ്പൊ സുരേന്ദ്രനെ നെറ്റിൽ നിന്ന് എന്തെല്ലാം നോട്ടുകൾ റെഫർ ചെയ്ത് അല്ലേ പഠിക്കാൻ സമയത്ത് ഓരോ അധ്യാപനം നമുക്ക് ഏതൊക്കെ അധ്യാപനം കിട്ടുമോ, അല്ലെങ്കിൽ PSCക്ക് പഠിക്കുന്നവരെന്നാലും എല്ലാ പുസ്തകങ്ങളും എവിടെ നിങ്ങൾ റെഫർ ചെയ്യും. ഈ വചനം ഇങ്ങനെ റെഫർ ചെയ്ത് പഠിക്കാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കാറുണ്ടോ? ഇനി തുടർന്നുള്ള ഭാഗങ്ങൾ അബ്രഹാമിന്റെ കാര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ അബ്രഹാമിനെ വിളിച്ചാൽ, ഞാനും ബീനും രാവിലെ വന്നപ്പോൾ പറഞ്ഞോളൂ, ദൈവം അബ്രഹാമിനെ വിളിച്ചാക്കി വാഗ്ദത്തം ചെയ്ത ദേശത്ത് പോയി താമസിച്ചിട്ടും
അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അവർക്കൊരു ബോധമുണ്ട്, ഇത് എന്റേതല്ല, ഞാൻ ഇവിടെ അന്യരും പരദേശിയുമാണ്, എന്റെ രാജ്യം വേറെയാണ്, എനിക്കിവിടെ അവകാശമായി കിട്ടാത്ത ഭൂമി ഉണ്ടെങ്കിലും അതല്ല എന്റേത്, സ്വത്തോ സമ്പത്തോ എന്തുണ്ടെങ്കിൽ എനിക്ക് അവകാശമായി കിട്ടിയതും എല്ലാം എന്റേത് 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 എന്റേത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുത്തെ ആളാ. സ്വന്തമെന്ന് കണ്ട അത് അവരുടെ ശവങ്ങൾ അടക്കുന്ന സമയത്തും ഇസ്രായേലിൽ അടക്കിയ സമയത്തും പറയണം, നിങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു പോകുമ്പോൾ എന്റെ അസ്ഥി കൂടെ കൊണ്ടുപോകണമേ. യോസേഫിനെ അറിയാത്തൊരു തലമുറയുടെ കാലത്താണ് അവര് ദൈവം അവിടുന്ന് പിടിപ്പിച്ചോണ്ട് പോയത്. യോസേഫിന്റെ അസ്ഥിയൊക്കെ അവരവിടുന്ന് കുഴിച്ചെടുത്തോണ്ട് വന്നു എത്രയോ തലമുറകൾക്ക് ശേഷം. അപ്പൊ എന്താ, മിസ്രയീമിന്റെ രാജാവായിരുന്നിട്ടും, അതായത് അവിടുത്തെ ഭരണാധികാരി ആയിരുന്നിട്ടും അവന് അവിടെ അടക്കം ചെയ്യാനുള്ളതല്ല. മക്ബേല ഗുഹ എന്ന് പറഞ്ഞ അബ്രഹാം വിലയ്ക്ക് വാങ്ങിയ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെയാണ് അടക്കേണ്ടത്. അത് അടക്കേണ്ട ഒരു രീതിയുണ്ട്. അപ്പൊ ആ സ്ഥലം വില കൊടുത്തു വാങ്ങിച്ച് അവർക്ക് അവകാശമാക്കി കൊടുത്തിട്ടും അവർ പറയുന്നു ഇത് ഞങ്ങളുടെ ദേശമല്ല. ഇതാണ് ആത്മീക വെളിപ്പാടുള്ളത്. അതുപോലെ നമ്മളെ ദൈവം വിളിച്ച് ഈ സഭയിൽ കൊണ്ട് നിർത്തിയിട്ട് ദൈവത്തിന്റെ വചനവും വെളിപ്പാടും പറഞ്ഞു തരുമ്പോൾ ഞാൻ എന്റെ ജീവിതം, എന്റെ ബിസിനസ്, എന്റെ രോഗം, എന്റെ അസുഖം, എന്റെ കട, എന്റെ ജീവിതമാർഗം, എന്റെ വസ്തു, എന്റെ വീട്, എന്റെ ബംഗ്ലാവ്, എന്റെ വിവാഹം, എന്റെ കുടുംബം, ഇതെല്ലാം ആണെങ്കിൽ നമുക്ക് പിന്നെ ഇവിടെ എല്ലാം ഇവിടെ ഉള്ളതാ. എന്റെ കർത്താവ്, എന്റെ കർത്താവിന്റെ വചനം, അതിന്റെ വെളിപ്പാട്, അതിലൊരുങ്ങണം. ആർക്കെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? പിതാവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അതാണ് ക്രൂശിലെ യാഗം. അവൻ നമ്മെ സ്നേഹിച്ച ഇതൊക്കെ വചനങ്ങളുണ്ട്, വെറുതെ പറയുന്നല്ല. അവൻ നമ്മെ സ്നേഹിച്ച സ്നേഹമാണ് ക്രൂശിലെ യാഗം, തന്റെ പുത്രനെ തകർത്ത് കളഞ്ഞത്. ഞാനിപ്പോ എന്റെ ശരീരത്തെ ഈ ബ്രദറിന് വേണ്ടി ശിക്ഷ, ആ ബ്രദറിന് കൊടുക്കേണ്ട ശിക്ഷ ഞാൻ വാങ്ങിക്കാന്ന് പറയണമെങ്കിൽ ആ ബ്രദറിനെ അടിക്കാതെ എന്നെ അടിക്കണം. എന്നെ അടിക്കണമെങ്കിൽ ഞാൻ ആ ബ്രദറിനെ അത്രത്തോളം സ്നേഹിച്ചിരിക്കണം. അപ്പൊ പാപിയായിരുന്ന എന്റെ പാപം ഏറ്റെടുത്ത് എന്റെ ശിക്ഷയ്ക്ക് വേണ്ടി എന്റെ കർത്താവ് ദൈവം വന്നിട്ട് മുഖത്ത് തുപ്പി, എന്നെ തുപ്പണ്ട ഇങ്ങനെ ആക്കിയാൽ മതി, ഞാൻ അടി കൊടുത്തിട്ട് എറിയും കൊടുത്ത് ഞാൻ ഒട്ടിക്കും. അപവാദം ചെയ്തു, തലയിൽ വന്ന് തട്ടിയിട്ട് നീ വലിയ പ്രവാചകനല്ലേ, നിന്നെ തട്ടിയത് ആരെന്ന് പറ. അപ്പോഴെല്ലാം കർത്താവ് എന്നെയാണ് നോക്കുന്നത്. അത് നമ്മളെ ഓരോന്നും നോക്കിയാണ്. ഇതിന് മറുപടി പറയാൻ നിന്നാൽ എനിക്ക് രക്ഷ ഉണ്ടാവില്ല. അപ്പൊ കർത്താവ് മിണ്ടാതിരുന്ന് സഹിച്ചത് എന്നെ ഓർത്തിട്ടാ. അതാണ് പിതാവിന്റെ സ്നേഹം. ഇനി എന്താ പുത്രന്റെ കൃപ? ഇപ്പോഴും എഴുതി വെക്കുന്നുണ്ട്, അവിടെ ഇരിക്കട്ടെ കേട്ടോ. അതാണ് കൃപ എന്ന് വെച്ചാൽ അർഹിക്കാത്ത ദാനമാണ് കൃപ. അതാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ പിതാവിന്റെ സ്നേഹം ക്രൂശിലെ യാഗം, പുത്രന്റെ കൃപ പരിശുദ്ധാത്മാവ് നൽകുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയോ? ഈ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളും വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കുന്ന ആദ്യത്തെ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണ അടക്ക പുനരുദ്ധാനത്തോടുള്ള ഏകീഭാവം എന്ന നല്ല മനസാക്ഷിയാണ് സ്നാനം. അപ്പൊ സ്നാനം ഒന്നാമത് വിശ്വാസപ്രകാരം ചെയ്യുന്നവനാണ് പിതാവിന്റെ സ്നേഹത്തിന്റെ കീഴിൽ വരുന്നവൻ. ആ സ്നേഹത്തിന്റെ കീഴിൽ വരുന്നവന് ദൈവം നൽകുന്ന കൃപയാണ് പരിശുദ്ധാത്മാവെന്ന ദാനം. അത് ഞാൻ വിവേചിച്ച് പറഞ്ഞ പക്ഷെ നമ്മൾ എല്ലാവരും ഇങ്ങനെ വെച്ചോളുക, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാം പരിശുദ്ധ പ്രാപിച്ചു. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്കൊരു കൂട്ടായ്മയുണ്ട്. ദൈവം വചനപ്രകാരം വഴി നടത്തുവാൻ പുരോഹിതനാക്കിയിട്ട് ഒരു ആലയമാക്കി ആ ആലയത്തിൽ വന്ന് ജീവൻ പ്രാപിച്ചു പോകണമെന്ന് കർത്താവ് പറഞ്ഞാൽ ആ ആലയത്തിൽ വരികയും ദൈവത്തിന്റെ വചനപ്രകാരം വിശ്വസിച്ച് ജീവിച്ചനുസരിക്കുകയും ചെയ്യുന്നവൻ സഭയിലായാലും സഭയ്ക്ക് പുറത്തായാലും മറ്റു 10 പേർക്ക് കൊന്നു കളഞ്ഞാലും ആ മരണപര്യന്തവും അവനുമായി പരിശുദ്ധാത്മാവിന് കൂട്ടായ്മ ഉണ്ടാവും. അതാണ് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. അവനെയാണ് കർത്താവ് കൊണ്ടുപോകുന്നത്. ലോകം നോക്കുമ്പോൾ പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, മൂന്നായിട്ട് തോന്നും. ചുരുക്കി പറഞ്ഞാൽ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ എടുക്കുക. എന്നെ കുറിച്ച് പാസ്റ്റർക്ക് മാത്രമൊന്നുമല്ല, നിങ്ങൾ ഹൃദയം കൊണ്ട് പറയാം, അതെ കർത്താവേ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് പിതാവ് പുത്രനെ തകർത്തത്. അത് സ്നേഹം. ഞാൻ ആ ക്രൂശിലെ യാഗം വിശ്വസിച്ച് സ്നാനം ചെയ്തപ്പോൾ ദൈവം ദാനം നൽകിയതാണ് എന്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവ്. എങ്കിൽ എന്നെ അനാഥരായി വിടുകയില്ല, ലോകാവസാനത്തോളം ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ ആ യേശു തന്നെയാണ് ഈ പരിശുദ്ധാത്മാവെന്നും ആ പരിശുദ്ധാത്മാവ് എന്നെ സകല സത്യത്തിൽ വഴി നിർത്താൻ എന്റെ ചിന്ത ലോകത്തിന്റെ പ്രകാരം. പക്ഷെ ഓരോ നിമിഷവും കർത്താവ് വഴി നിർത്തും. അരുത് അരുത് അരുത്, ഇങ്ങനെ നടക്കും. അതാണ് കൂട്ടായ്മ. അവരുമായി കൂട്ടായ്മ കൂടും, അവരും കർത്താവുമായിരിക്കും. ബാക്കി സഭയിലുള്ള എല്ലാവർക്കും അവരോട് വിരോധമായിരിക്കും. ലോകത്തുള്ളവർക്കും കർത്താവ് അവരുമായി വന്നത് കൊണ്ടുപോവുകയും ചെയ്യും.
അങ്ങനെ ഇങ്ങനെ ജീവിക്കാനുള്ളത് അല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ. ഒരു തരത്തിൽ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ അതിൽ നിന്ന് വീഴിക്കാൻ പലരും ശ്രമിച്ചാലും നോക്കൂ, എബ്രായ ബാലന്മാരുടെ തീ സാധാരണ തീയല്ല, 7 ഇരട്ടി വർദ്ധിപ്പിച്ചിട്ട് തീയിലേക്ക് എടുത്തോണ്ട് പോയവന്മാരും കഴിഞ്ഞിട്ടും അവർ വിശ്വസിക്കുന്നവൻ വാക്ക് പറഞ്ഞ വിശ്വസൻ, വാക്ക് മാറാത്തവൻ, അവനെ തീയിലിട്ടാൽ സംരക്ഷിക്കും. അതാണ് കൂട്ടായ്മ. അവർക്ക് ആ കൂട്ടായ്മ ഉണ്ടായിരുന്നു. നമുക്കുണ്ടോ കൂട്ടായ്മ? നമുക്കൊരു പ്രതികൂല പ്രശ്നം വന്നു കഴിഞ്ഞാൽ അയ്യോ കർത്താവേ, ഞാൻ ഈ സഭയിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം ആ കാര്യം സാധിച്ചിട്ട് വരട്ടെ. ആ കാര്യം കർത്താവ് സാധിച്ചിട്ടാണ്. നിങ്ങൾ ആദ്യം എന്റെ രാജ്യവും നീതി അന്വേഷിക്കും, നിങ്ങൾക്ക് വേണ്ടതല്ല ഞാൻ പിന്നാലെ ചേർത്തോളാം. ഞാൻ അതിന്റെ പുറകെ ഓടി സഭയും ഉണ്ടാവില്ല, വിശ്വാസം ഉണ്ടാവില്ല, ഓടി തൊട്ട് നടന്നതുമില്ല. അഥവാ നടന്നാൽ അത് സ്ഥിരപ്പെടുകയില്ല. പിന്നെ ഒന്നേന്ന് ഞാൻ കടന്നു പറയേണ്ടി വരും. ഇല്ലെങ്കിൽ അത് നാട്ടുകാർ കൊണ്ടുവരും. എന്ത് ത്യാഗം സഹിച്ചാലും വ്യഭിചാരം ചെയ്യുകയാണ് ഞാനെന്ന് ഒരു ഓർമ്മ വേണം. ദൈവത്തിന്റെ വചനത്തിന് പുറത്തു പോയിട്ട് എന്ത് ചെയ്താലും നമ്മൾ സ്ത്രീകളാണ്, ദൈവസന്നിധിയിൽ സ്ത്രീയാണ്. നമ്മുടെ ഈ ലോകത്തെ വ്യവസ്ഥ അനുസരിച്ച് ഒരു സ്ത്രീ വ്യഭിചാരം ചെയ്താൽ ആരും അറിയരുതെന്ന് ആഗ്രഹിക്കും. അഥവാ പെട്ടുപോയാൽ നമുക്കോ ദൈവത്തിന്റെ സന്നിധിയിൽ എന്തൊക്കെ വചനവിരുദ്ധമായി ചെയ്താലും വ്യഭിചാരനെയാണ് വന്ന് നിന്നിട്ട് പുൽപ്പറ്റി നിന്നിട്ട് ഹല്ലേലൂയ യേശുവേ സ്തോത്രം ആമേൻ എന്ന് പറഞ്ഞ എന്നോ ദൈവത്തിന്റെ സന്നിധിയിൽ വ്യഭിചാരനെയായി. അപ്പൊ കർത്താവിന്റെ സന്നിധിയിൽ സകലവും നഗ്നവും മലർന്നതുമാണ്. വചനപ്രകാരം തന്നെ ജീവിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധ കൂട്ടായ്മ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. അതായത് ഇന്നത്തെ ബൈബിൾ കോളേജിലെ പണ്ഡിതന്മാരും അവരിലൂടെ ഉപദേശിച്ചു വരുന്ന ഈ ജനങ്ങൾ നമ്മെ തെറ്റിക്കാൻ വരുന്നവർ തന്നെയാണ് ഈ കാലത്തെ കീർത്തിപ്പെട്ട വീരന്മാർ. ഓക്കെ, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. ദൈവം പറഞ്ഞതിന് വിരുദ്ധമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത അവരെ കുറിച്ച് ദൈവം പറയാണ്, ഭൂമിയിലെ മനുഷ്യന്റെ ദുഷ്ടത വലിയത്. ഭൂമി എന്ന് പറഞ്ഞത് സഭ. അവന്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ നിരൂപണം, ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ മെസ്സേജ് ഉണ്ട്, സ്വന്തം നിരൂപണങ്ങൾ, വ്യാഖ്യാത അങ്ങനെ നിരൂപണങ്ങളിൽ ഊന്നരുത്. അറിയാം പുസ്തകത്തിന്റെ പേര്, നിരൂപണങ്ങളിൽ ഊന്നരുതെന്ന് അങ്ങനെ ഉണ്ട്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വചനം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ആ വചനം അങ്ങനെ തന്നെ എടുത്ത് വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കാതെ ബുദ്ധിയിൽ ഞാൻ അതിന്റെ നിരൂപണം അത് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് എടുത്താൽ മരണം. യേശു വരുമ്പോ കന്യക ഗർഭിണിയായ മകനെ പ്രസവിക്കും. ഇതൊരു അടയാളമാണ്. കന്യക പുരുഷൻ തൊടാത്ത ഒരു മകനെ പ്രസവിക്കും, അവൻ മന്ദിരത്തിലേക്ക് വരും. അതൊക്കെ അവർക്ക് മനസ്സിലായില്ല. അതും നിരൂപണമാണ്. അവൻ മലാഖി 3:1 ഞാൻ ഇത് കണക്ക് ചെയ്ത് പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഹൃദയത്തിൽ ഉറയ്ക്കാനാണ് ഞാൻ വീണ്ടും ഈ സാഹചര്യം ഇടുന്നത്. അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ചോദിച്ചാൽ കൃത്യം കാര്യങ്ങൾ മനസ്സിലാവുകയും നിങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്നിരുന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും പറ്റും. എന്താണ് നിരൂപണം? ബൈബിൾ ഉദാഹരണം പറഞ്ഞാൽ മഷിക വരുമ്പോൾ അവൻ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ആ ദേശക്കാർക്ക് മനസ്സിലായി കന്യകയാണ് ഗർഭം ധരിച്ചത്. മന്ദിരത്തിലേക്ക് വരുമെന്ന് പറഞ്ഞു. മന്ദിരത്തല്ല വന്നു. അവരുടെ നിരൂപണം എന്തായിരുന്നു? യെരുശലേം ദേവാലയത്തിലേക്ക് വരുമെന്നായിരുന്നു. പക്ഷെ അങ്ങനെയല്ല വന്നത്. ദൈവത്തിന്റെ വചനം വിശ്വസിച്ചിട്ട് കർത്താവ് അങ്ങനെ പ്രമാണിച്ചനുസരിച്ചിട്ട് വിശ്വസിക്കാത്തവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ എന്റെ പ്രവർത്തികൾ കണ്ട് വിശ്വസിപ്പിക്കും. അപ്പൊ നിരൂപണങ്ങളിൽ ഊന്നണ്ട, അത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു, അതൊക്കെയും അവിടെ സംഭവിച്ചു. ഓക്കെ, അപ്പൊ എന്റെ ഹൃദയ വിചാരങ്ങളും നിരൂപണങ്ങളിലും ഒക്കെയാണ് ഞാൻ സഭയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നെങ്കിൽ അത് ദോഷമുള്ളതത്ര എന്നും ദൈവം ഇന്നും കാണും. നോക്കൂ, അങ്ങനെയെങ്കിൽ കർത്താവ് ലോകത്തിലുള്ള സഭയിൽ നിന്ന് നമ്മെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന ഈ കൂട്ടത്തെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവം ദുഃഖിക്കും. 6, താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കൊണ്ട് യഹോവ അനുവദിച്ചു, അത് അവന്റെ ഹൃദയത്തിൽ ദുഃഖമായി. പെന്തക്കോസ്തിലും അവിടെ എവിടെയും കിടന്ന നമ്മെ കർത്താവ് വിളിച്ച്, കർത്താവ് അപമാനം സഹിച്ചതുപോലെ നമ്മെയും അപമാനം സഹിക്കുന്നതിന് വേണ്ടി തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി ഇടം വലം കർത്താവ് അത് ഇവിടെ പഠിപ്പിക്കുക എങ്ങനെയാണത്. അത്ര ജാഗ്രതയോടുകൂടെ കർത്താവ് അവരെ കൊണ്ടുവന്നിട്ടും അവിടുന്ന് വിടിപ്പിച്ചു കൊണ്ടു മുള്ളും പറക്കാരെയും കുണ്ടും കുഴികളുമുള്ള പ്രദേശത്തു നിന്ന് കൊണ്ടുവന്ന ദൈവം ഉണ്ടോ എന്ന് അവർ അന്വേഷിക്കുക പോലും ചെയ്തില്ല. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ദുഃഖം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ ദൈവം വഴി നടത്തി കൊണ്ടുവന്ന് മോശയിലൂടെയും
പ്രവാചകന്മാരിലൂടെയൊക്കെ പറഞ്ഞിട്ട് കേൾക്കാതെ വരുമ്പോഴാണ് കർത്താവ് പറഞ്ഞത്, കോഴി തന്റെ കുഞ്ഞുങ്ങളെ തന്റെ മാറോട് ചേർക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ നിന്നെ എന്റെ മാറോട് ചേർക്കാൻ എനിക്ക് എത്ര വട്ടം കൊതിയായിരുന്നു, നിങ്ങൾക്കോ മനസ്സില്ല. അതുപോലെയാണ് താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട്, നമ്മളങ്ങനെ ഉദ്ദേശിക്കാം, താൻ ഭൂമിയിൽ ഒരു നമ്മുടെ ഇതുകൊണ്ട് ദൈവസഭ ഉണ്ടാക്കുന്നതിന് വേണ്ടി സംഘടനാ സഭയിലായിരുന്ന നമ്മെ ക്രൂശിലെ യാഗം, പീഡ, വഴി, ദുഷി നിന്ന ആ മൃഗീയമായ ഉപദ്രവം, ഇതെല്ലാം സഹിച്ചാലേ എന്നെ അവിടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അവിടെ നിന്നപ്പോ ഞാൻ പാപിയാ. എങ്ങനെ പാപി? വചനം ശരിയായി വിശ്വസിക്കാത്തതെല്ലാം പാപം. ആ പാപത്തിന്റെ പ്രായശ്ചിത്തം ക്രൂശിൽ യേശു ചെയ്തിട്ട് അതിന്റെ പരിഹാര മാർഗപ്രകാരം എന്നെയും അതേ സ്നാനമെന്ന ആ ക്രൂശ് മരണം അടക്കം അത് ചെയ്ത് എന്നെ ഇവിടെ വിളിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഈ ദൈവിക വെളിപ്പാടുകളെല്ലാം പറഞ്ഞു തന്നിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ മനുഷ്യരെ ഇങ്ങനെ സഭ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവന്റെ ഹൃദയത്തിൽ ദുഃഖമുണ്ടായെങ്കിൽ നമ്മളെ കുറിച്ച് കർത്താവിന് എത്ര ദുഃഖമായിരിക്കും. കോടിക്കണക്കിനൊന്നുമില്ല നമ്മുടെ ഈ വിശ്വാസത്തിലുള്ള, വളരെ ചുരുക്കം വരാം. അത് തന്നെ ലോകപ്രകാരം നോക്കിയാൽ നമ്മളെയൊക്കെ നോക്കിയാൽ കുടുംബം നോക്കും, പശ്ചാത്തലം നോക്കും, കുടുംബത്തിന്റെ മഹിമ നോക്കും, ഒന്നുമില്ല, പേര് പറയാൻ പോലും ഇല്ല. നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തിലുള്ളവരെ ആലോചിച്ച് നോക്കും, നമ്മുടെ കൂടെ പഠിച്ചവരെ ആലോചിച്ച് നോക്കും, നമ്മുടെ ബന്ധുജനങ്ങളെ ആലോചിച്ച് നോക്കും, അവർക്ക് പേര് പറയാൻ ധാരാളമുണ്ട്. പക്ഷെ ഒരു യോഗ്യതയും ഇല്ലായ്മ എന്നതാണ് ദൈവം നമ്മൾ കണ്ട യോഗ്യത. അങ്ങനെയുള്ള ദൈവം നമ്മെ സ്നേഹിച്ച് ഇവിടെ വിളിച്ചുകൊണ്ടിരുത്തിയിട്ട് നമുക്കത് വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തിന് എത്ര ദുഃഖം തോന്നുന്നു ആലോചിച്ച് നോക്കൂ. ഓക്കെ, എന്നാൽ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ആമേൻ. അപ്പോഴും ദൈവത്തിന്റെ വചനം കൃത്യമായി വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ എന്ത് കിട്ടും? കൃപ. കൃപ ലഭിക്കാൻ യോഗ്യത ഉള്ളത് കൊണ്ടല്ല. കൃപ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അർഹിക്കാത്തവന് ലഭിക്കുന്ന ദാനം. അപ്പൊ ദൈവം മനഃപൂർവ്വം നൽകുന്നതാണ്. എന്തുകൊണ്ട്? എന്തൊക്കെയോ കുറച്ചെങ്കിലും ഹൃദയത്തിൽ ഉറപ്പിച്ചു വിശ്വസിച്ചു. നമുക്കങ്ങനെ ജീവിച്ചനുസരിക്കാനും കഴിയാത്ത തരത്തിൽ തന്നെയാണ് ഏറിയ ഭാഗവും ദൈവം എവിടെ ആക്കിയിരിക്കുന്നു? ചെന്നായിക്കളുടെ നടുവിൽ ഞാൻ കുഞ്ഞാടുകളെ പോലെ ആക്കിയിരിക്കുന്നു. അപ്പൊ കർത്താവ് ഇത് വിശ്വസിച്ച് പറഞ്ഞതാണ്. കർത്താവ് നമ്മെ ലോകത്തിൽ നിന്ന് വിളിച്ചു. നമ്മൾ എവിടെയായിരുന്നു? പാപജീവിതം. നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചു. വേറെ ഭർത്താവും ഇല്ല, വേറെ ഭാര്യയില്ല, ഒന്നുമില്ല. പക്ഷെ നമ്മുടെ വിചാരം എന്താ? നമ്മളെല്ലാം ക്ലിയർ. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാനൊരു പാപി തന്നെയായിരുന്നു, സഭയിലുമായിരുന്നു. അവിടെ നിന്ന് ദൈവം വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഈ കാലത്ത് ദൈവം നമ്മെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന ഇവിടെ വന്ന് കർത്താവ് നമ്മോട് പറഞ്ഞ ആ കാര്യം നമ്മൾ കേട്ടില്ല എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം ദുഃഖമുണ്ടാകും. ഞാൻ ഒരു കാര്യം പറയാമെന്ന് വിട്ടുപോയി. സ്തോത്രം. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. കൃപ എന്ന് പറഞ്ഞാൽ അർഹിക്കാത്തവന് ലഭിച്ച ദാനം, നല്ലൊരു കാര്യമായിരുന്നു. ഓക്കെ, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. കൃപ അർഹിക്കാത്തവന് ലഭിക്കുന്ന ദാനം. ഓക്കെ, നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോക്കിക്കൊള്ളേ, ഈ വംശപാരമ്പര്യത്തെ ഇവിടെ എടുക്കാൻ കാരണം നമ്മൾ സുവിശേഷം പറയുന്നവരാണ്. കായിന്റെ മക്കളുടെ കാര്യം പറയുമ്പോൾ ഉൽപ്പത്തി 5 ആദാമിന്റെ മക്കളുടെ വംശപരമ്പരയിൽ കായിന്റെ മോന്റെ പേര് ചേർത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഉൽപ്പത്തി 3 അവസാന ഭാഗങ്ങളിൽ ദൈവം കായിനെ ശപിച്ചു. അതുകൊണ്ടാണ് 5 വന്നപ്പോൾ അവന്റെ പേര് ചേർക്കാത്തതെന്ന്. അങ്ങനെ എബ്രായ 13:8 നമ്മൾ എഴുതിയിരിക്കുന്ന വചനം കർത്താവ് ഇന്നലെ ഇന്നും എന്നേക്കും അനന്യം തന്നെ. എന്നിട്ട് കർത്താവിന്റെ രീതികൾക്ക് മാറ്റമില്ല. ദൈവം ഒരുത്തനെ ശപിച്ചാലും അവന്റെ വംശപരമ്പരയിൽ നിന്ന് തള്ളിക്കളയില്ല. തള്ളിക്കളയുമെങ്കിൽ ആദ്യം തള്ളിക്കളയണമായിരുന്നു, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് തള്ളിക്കളയില്ല. അപ്പൊ ഇവിടെ നോക്കൂ, നോഹയുടെ വംശപാരമ്പര്യം, ഇവിടെ ഒരു ശാപം നടക്കുന്നുണ്ട്. ശപിച്ചിട്ടും അവന്റെ വംശപാരമ്പര്യത്തിൽ ശപിച്ചവന്റെ പേര് ചേർത്തിരിക്കുകയാണ്. അത് കാണിക്കാനാണ് ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, നോഹയുടെ കാലം യേശുക്രിസ്തുവിന്റെ കാലം ചേർത്ത് അടുത്ത ആഴ്ച പറയാം. അപ്പോൾ ഈ കാലത്തെ സുവിശേഷവും നോഹയുടെ കാലത്തുള്ള കാര്യം, നോഹ എങ്ങനെയാണ് അറിയിച്ചതെന്നും നോഹ എന്തൊക്കെ അനുഭവിച്ചു എന്നും നമുക്ക് അത് വ്യക്തമായി മനസ്സിലാവും. ഓക്കെ, നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. മനസ്സിലായോ? എന്താ പറയണം? കർത്താവ് നമ്മെ കർത്താവ് വിളിച്ചിട്ട് ലോകത്തുള്ള സഭകളിൽ നിന്ന് ശ്രദ്ധിക്കും, ലോകത്തുള്ള സഭയിൽ നമ്മളായിരുന്നപ്പോൾ നമ്മൾ ഭയങ്കര ഭക്തന്മാരാണ്, വെരി ക്ലിയർ വിശ്വാസമാണ് പോകുന്ന വിചാരിച്ചത്. പക്ഷെ കർത്താവിനെ അറിയാമായിരുന്നു നമ്മൾ അന്യരും പരദേശിയും ലോകത്ത് തന്നെ ദൈവമില്ലാത്തവരുമായിരുന്നു. അവിടെ നിന്ന് കർത്താവ് നമ്മെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? ഒരു വിശ്വാസ സ്നാനം. കർത്താവ് ക്രൂശിൽ അനുഭവിച്ച യാഗം, ആ സ്നാനം അതേ വിശ്വാസത്തിൽ ഞാൻ എന്റെ ഹൃദയത്തിൽ എടുക്കുകയാണ്. അതാണ് പശ്ചാത്താപം, ഹൃദയനുറുക്കം. സ്നാനത്തിന് മുമ്പ് എന്റെ ഹൃദയത്തിൽ
ആ ഒരു ഭാവം കയറി വരണം. അതാണ് ശരിയായ മാനസാന്തരം. അല്ലാതെ പാസ്റ്റർ പറഞ്ഞു, വചനം കേട്ടു, കണ്ടു, ഓ കർത്താവേ സ്തോത്രം, ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു, അത് ഹൃദയം നുറുക്കം ഉണ്ടാക്കില്ല. പ്രവാചകൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. മനസ്താപമില്ലാത്ത മാനസാന്തരം ദൈവം കണക്കിടില്ല. യേശു ക്രൂശിൽ അനുഭവിച്ച കാര്യം ഓരോന്നും ഞാൻ ദാഹിക്കുന്നു എങ്കിൽ പുരോഹിതൻ പറഞ്ഞു തന്നില്ലെങ്കിലും കർത്താവ് എന്റെ ഹൃദയത്തിൽ നൽകും. കണ്ണു നിറഞ്ഞു പോകും. ഞാനായിരുന്ന അവസ്ഥ, ആ എന്നെ ക്രൂശിലേക്ക് പീഡിപ്പിക്കേണ്ടുന്ന ആ സാഹചര്യം മുഴുവനും ഞാൻ അനുഭവിക്കാതിരിക്കാൻ യേശു അനുഭവിച്ചുവെങ്കിൽ എന്നെ എത്രത്തോളം സ്നേഹിച്ചു എന്ന സ്നേഹം നിമിത്തം എന്റെ ഹൃദയം നീറുമ്പോഴാണ് എന്റെ പശ്ചാത്താപം കറക്റ്റ്. കർത്താവേ, എന്നെ ഈ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ ലോകത്ത് ഒരു മനുഷ്യനും ഇല്ലാതിരിക്കുമ്പോൾ കൂടും പാപിയായി എന്നെ അങ്ങേക്ക് എങ്ങനെ സ്നേഹിക്കാൻ കഴിഞ്ഞു കർത്താവേ. സുബിൻപറന്റെ പപ്പോട് ഒരു പാട്ട് പാടി ഞാൻ കരഞ്ഞുപോയി. വീട്ടിൽ ചെന്ന് കരഞ്ഞു. ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ എന്തുള്ളൂ, എന്നിൽ എന്തു കണ്ടു. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കൊക്കെ ചിന്തിക്കാം, എനിക്ക് ചിന്തിക്കാം, നിങ്ങൾക്ക് പറ്റുമോ എനിക്കറിയില്ല. എന്നെ സ്നേഹിക്കാൻ ഒരു ക്വാളിറ്റി ഇല്ല. അടിച്ച് കൊന്നു കളഞ്ഞ് പാമ്പിന് ചുടുപോലെ ചുടേണ്ടി വരുമായിരുന്നു. ചുട്ട് കുഴിച്ചു മൂടിയ അസ്ഥി തന്നെ അവിടെ കിടക്കാം, അതിനെ എടുത്തിട്ട് കത്തിച്ചു കളയാം. അത്ര പാപം ചെയ്തത്. ആ പാപിയായി എന്നെ സ്നേഹിക്കാൻ എന്തുള്ളൂ നാഥ. ആ പാപം ഞാൻ തിരിച്ചറിയുമ്പോഴാണ് കണ്ണു നിറഞ്ഞു പോണത്. ഓരോ പാട്ട് എഴുതുമ്പോഴും ഞാൻ ആലോചിക്കും, ഇത് എഴുതിയ വ്യക്തി എന്ത് ഗ്രഹിച്ചിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ എന്നെ കർത്താവ് വിളിച്ചിട്ട് ആദ്യം സ്നാനത്തിന് മുമ്പുള്ള ക്ലാസ് ഇതാണ്. ആ ക്രൂശിലെ പീഡ, യേശു എന്തു ചെയ്തു, ഈ വക കാര്യങ്ങൾ നമ്മൾക്ക് അത് ഹൃദയം കൊണ്ട് ഞാനായി തീരുമ്പോഴാണ് ഹൃദയം നോക്കും പശ്ചാത്താപം ഉണ്ടാകുന്നത്. ആ പശ്ചാത്താപത്തിൽ നിന്ന് എനിക്കുണ്ടെന്ന മാനസാന്തരമാണ്. ഇനി ഞാൻ പഴയ പാപത്തിലേക്കില്ല, ഛർദിൽ തിരികെ തന്ന നായ്ക്കളെ പോലെ ഞാൻ ആയില്ല കർത്താവേ. അങ്ങനെ നീ ആഗ്രഹിക്കുന്നത് കൊണ്ട് ആ ലെവലിൽ എന്നെ നടത്തണം കർത്താവേ. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്റെ കർത്തൃത്വവും ചുമതലയും നീ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. ഇത്രത്തോളം ത്യാഗം സഹിച്ച് യേശു എന്നെ വിളിച്ചു വേർതിരിച്ചിട്ട് ഇനി ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. ഞാൻ അടുത്ത് പറയാം, ഈ കൃപ എന്ന് പറഞ്ഞത് അതിലേക്കാണ് വരുന്നത്. വിശുദ്ധ ജീവിതം ജീവിക്കേണ്ടത് എഫേസ്യർ എന്ന് പറഞ്ഞു. നാം ഇപ്പോൾ എവിടെയായിരിക്കുന്നു? വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തി ക്രിസ്തയേശുവിൽ ദൈവത്തോടു കൂടി ഇരിക്കുകയാണ്, സ്വർഗീയ ഇടങ്ങളിൽ ഇരുത്തിയിരിക്കുകയാണ്. അതെന്താ? എന്റെ ആത്മാവ് സംബന്ധമായി, അതായത് ഞാൻ ഈ ബോഡി, ഇപ്പൊ ഞാൻ പോൾരാജ് പറഞ്ഞു, നമുക്ക് നമ്മൾ തമ്മിൽ ആർക്കും കാണാൻ പറ്റും, നമ്മുടെയൊക്കെ ബോഡിയെ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ എന്നത് സ്വർഗീയ ഇടങ്ങളിലുള്ളവരാണെങ്കിൽ ഞാൻ എന്ന വ്യക്തിക്ക് ഇപ്പൊ അകത്തിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് ഒരു സ്വർഗീയ ബോഡിയുണ്ട്, അത് തിയോഫിൽ അവിടെ ഇരിക്കുകയാണ്. നമ്മളിപ്പോ ഇവിടെ കൂടുന്നതുപോലെ അവിടെ ഇരിക്കുകയാണ്. ആ ദശാംശ കാര്യം ഇവിടെയോ മരിച്ചു പോകുന്ന മനുഷ്യൻ ദശാംശമാകുന്നു, അവിടെയോ എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ തന്നെ. പുരോഹിതനെ കുറിച്ചാണ്. അപ്പൊ മരണത്താൽ ഇവിടെ വേർപെടുന്ന ഒരു പുരോഹിതന്റെ മുമ്പിൽ നമ്മൾ കൊണ്ട് കൊടുക്കുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ ക്രിസ്തു എന്ന ശരീരത്തിന്റെ ഭാഗമായതുകൊണ്ട് നിങ്ങൾ കർത്താവിന് കൊണ്ട് കൊടുക്കുകയാണ്. ഇവിടെ മരിച്ചു പോകുന്ന മനുഷ്യൻ വായിക്കുന്നെങ്കിൽ ഇതുപോലത്തെ ഒരു കൂട്ടായ്മ, ഇതുപോലത്തെ ഒരു ശരീരം സ്വർഗത്തിലുണ്ട്. ആ ബോഡിയുമായിട്ട് നമ്മളിപ്പോ ദൈവത്തിന്റെ സന്നിധിയിലാണ്. അവിടെ ജീവനുള്ളവൻ എന്ന പേര് പറ്റുമ്പോൾ തന്നെയാണ് ദശാംശം വാങ്ങിക്കുന്നത്. അതുകൊണ്ടാണ് അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു മാറ്റിയ കൊള്ളയടിക്കുന്നു എന്ന് പറയുന്നത്. കൊള്ളയടിക്കുന്നതിനാണ് സ്വർഗത്ത് കൊണ്ടുപോകും. കർത്താവിന്റെ സന്നിധി നമുക്ക് ലഭിക്കുന്ന, ഞാനിപ്പോ വന്നതല്ല, ഇതിന് തുടർന്ന് പറയാനുണ്ടെങ്കിൽ പറയാം. ദൈവം നമുക്ക് നൽകുന്ന വരുമാന മാർഗത്തിൽ നിന്ന് 10-1 അതേ നമ്മൾ ചോദിക്കുക, അതങ്ങ് കൊടുക്കുക. അതിനെടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ ഭയങ്കര ഭക്തി കാണിച്ച കൊള്ളയടിക്കുകയാണ്, ദൈവസന്നിധിയിൽ പോവില്ല. അപ്പൊ കർത്താവ് എന്നെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് സ്വർഗീയ ഇടങ്ങളിൽ ഇരുത്തുമ്പോൾ എന്റെ ഒരു തിയോഫിലിക് ബോഡി അവിടെ ഇടുന്ന് ഒലയിക്കുക. എന്നിട്ട് ഞാൻ ഇവിടുന്ന് ദശാംശത്തിലോ അല്ലെങ്കിൽ വചന വിശുദ്ധ പ്രമാണിച്ചനുസരിക്കുന്നതിലോ കള്ളം കാണിച്ചാൽ കർത്താവിന്റെ സന്നിധിയിൽ അവിടെ വ്യാജം നടക്കുകയാണ്. കർത്താവ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെന്താണ് കാണുന്നില്ലല്ലോ. ഈ ചുവരിന് അപ്പുറത്തിരിക്കുന്ന ഒരാൾ നമ്മളെ കാണുന്നില്ല. പക്ഷെ ഇവിടെയാണ് നമ്മൾ കള്ളം കാണിക്കുന്നത്, നമ്മുടെ മുമ്പിലാണ്. ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെ എന്ത് പറഞ്ഞാലും കണ്ടാൽ ചെയ്താൽ എല്ലാം സ്വർഗത്ത് നഗ്നവും മലർന്നതുമാണ്. ആരെ പറ്റിക്കുന്നത്? എന്നെ ഞാൻ പറ്റിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കാം. അപ്പൊ ഇങ്ങനെ വിളിച്ച് വേർതിരിച്ച് നമ്മെ സ്വർഗീയ ഇടങ്ങളിൽ ഇരുത്തുകയും, എഫേസ്യർ 2:1 സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും തന്നു. ശ്രദ്ധിക്കണം, ഇത് വ്യക്തമായി പറഞ്ഞില്ല. നമ്മൾ ലോകത്തായിരുന്നു, അത് സഭകളിലോ എവിടെ ആയിക്കൊണ്ട് പോട്ടെ, ദൈവമില്ലാത്തവരായിരുന്ന സ്ഥലത്ത് ദൈവം നമ്മെ വിളിച്ചിട്ട് ആ ക്രൂശിൽ ഒഴുകിയ രക്തത്താൽ എന്റെ ഹൃദയത്തിൽ അതുപോലത്തെ ഹൃദയം മുറുക്കമുണ്ടാവണം. അപ്പോൾ രക്തം ചിന്തിയുന്നത് സമമായി, പശ്ചാത്താപം ഹൃദയമുറുക്കവും കറക്റ്റായി. അങ്ങനെ വിളിച്ച് നമ്മെ വേർതിരിച്ചിട്ട് സ്വർഗീയ പരിശുദ്ധമോ തന്നിട്ട് എന്നെ അവിടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്.
സ്വർഗീയങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു ആത്മീയമായി. തിരികെ ഇതാണ് ഞാൻ ശ്രദ്ധിക്കുക, ഇനിയാണ് മനസ്സിലാക്കാൻ. ഇത്രയും വിശുദ്ധീകരിച്ച് ദൈവം നമ്മെ അവിടെ നിന്ന് വിളിച്ച് വേർതിരിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട്, ഇവിടെ അല്ല സ്വർഗത്തിൽ ഇരുത്തിയിട്ട് എന്നെ വീണ്ടും എവിടെ ആക്കിയിരിക്കുന്നത്? എവിടെ ആക്കിയിരിക്കുന്നത്? പറഞ്ഞു. മത്തായി 10:16. ചെന്നായ്ക്കളുടെ ഇടയിൽ ഞാൻ നിങ്ങളെ, കുഞ്ഞാടെന്ന് പറഞ്ഞാൽ എന്താ ഒരു പ്രത്യേകത? കുഞ്ഞാടിനെ നയിക്കാൻ ഒരാളില്ലെങ്കിൽ കുഞ്ഞാട് അവിടെ നിൽക്കും. നയിക്കാൻ ആളില്ലെങ്കിൽ കുഞ്ഞാട് പോവില്ല. അപ്പൊ കുഞ്ഞാട് എന്ന് പറയുമ്പോ തന്നെ അതൊരു യാഗവസ്തുവാണ്. സ്വർഗീയ ഇടങ്ങളിൽ ഇരുത്തിയിരിക്കുന്ന എന്നെ തിരികെ കർത്താവ് പരിശുദ്ധാത്മാവോടുകൂടിയാണ് ഈ ചെന്നായ്ക്കൾ. ഈ ചെന്നായ്ക്കളാണ് ഈ വചനം വിശ്വസിക്കാത്ത എന്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും, വേണ്ടപ്പെട്ടവരും, ഭാര്യയും ഭർത്താവും, മക്കളും, കുടുംബക്കാരും, ദേശക്കാരും, നാട്ടുകാരും, കൂടെ പഠിച്ചവരും, ബന്ധുജനങ്ങളും, ഇപ്പൊ വരുന്നവരും പോണവരും ഇവരൊക്കെ തന്നെയാണ്, വേറെ ആരുമല്ല. ഇവരുടെ ഇടയിൽ എന്നെ കൊണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട്. എന്നിട്ട് നീ ഒരു യാഗവസ്തു എന്നാണ് പറഞ്ഞത്. കുഞ്ഞാടെന്ന് പറഞ്ഞാൽ യാഗവസ്തുവാണ്. എന്റെ നാമം നിമിത്തം, ഉറക്കം പറഞ്ഞവരൊന്ന് എഴുതിയിട്ട് ഇരിക്കുക. എന്റെ നാമം നിമിത്തം നിങ്ങൾക്ക് പഴി, ദുഷി, നിന്ന, പരിഹാസം ഉണ്ട്. നിങ്ങളുടെ പേർ വിടക്കുന്നെന്നും നിങ്ങളോ കരയും, അവർ സന്തോഷിക്കും. എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. കാരണം നിങ്ങളുടെ പേർ ജീവപുസ്തകത്തിലുണ്ട്. അപ്പൊ ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ ആക്കിയിരിക്കുമ്പോൾ, കുഞ്ഞാടെങ്കിൽ ആത്മാവിനെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് വഴി നടത്തുന്ന ഏവനും ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ വചനം എന്നോട് പറഞ്ഞിരിക്കുന്നതിന് നിരൂപണത്തിന് വിരുദ്ധമായി തലയിൽ ഹൃദയത്തിന് മുകളിൽ അറിഞ്ഞിട്ടുള്ളത് ആ ബുദ്ധിക്കനുസരിച്ച് ഞാൻ നടക്കുന്നുവെങ്കിൽ കുഞ്ഞാടല്ല, പക്ഷെ ഞാൻ എന്നെ കുഞ്ഞാടാക്കി വെച്ചിട്ടുണ്ട്. ദൈവം കുഞ്ഞാടത്തെ കാണില്ല. ആ കുഞ്ഞാടായിരിക്കുമ്പോൾ തന്നെ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും. ഒരു ഉദാഹരണം പറയുന്നത് വിടുന്നു. ഓക്കെ, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവർ ഇവിടെ തെറ്റിദ്ധരിക്കരുത്. നമ്മളെ ഉപദ്രവിക്കാൻ ഒരു എന്നെ നിഷ്കളങ്കരമായി പിടിച്ചിരിക്കുന്നു, ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു അല്ല. എന്റെ മുമ്പിൽ വരുന്ന ശത്രുവിന്റെ ഉദ്ദേശം എന്തെന്നും അവന്റെ ഹൃദയ നിരൂപണങ്ങൾ എന്തെന്നും ഞാൻ തിരിച്ചറിയണം. എങ്കിൽ എനിക്ക് അവനോട് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അവൻ വരുമ്പോൾ ഞാൻ വിജിലന്റ് ആവണം എന്ന് പറഞ്ഞ് ഞാൻ ദുഷ്ടനാവാനല്ല. അതാ നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവർ. പാമ്പ് സാത്താനെന്നാ പറയണത്, പിശാചാകാനല്ല. പിശാചിന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലോ. നമുക്കെതിരെ വരുന്നവന്റെ ഉദ്ദേശം എന്ത്? അവൻ വരുന്നത് സ്നേഹിക്കാനാണോ? അവൻ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് എവിടെ? എന്നെ സ്നേഹിച്ചു അല്ലെങ്കിൽ എന്റെ കൂടെ ഇരുന്നത് എവിടെ ഇരുന്നത്? എന്നെ അവൻ സമീപിക്കുന്നതിന്റെ ഉദ്ദേശം എന്തെന്ന് കർത്താവ് മുന്നമേ, കാരണം അവനെ കാണുമ്പോഴല്ല നിനക്കൊരു ആപത്ത് വരാൻ പോകുന്നു. അത് നമുക്കറിയാൻ പറ്റും. നമ്മുടെ ഹൃദയത്തിൽ വല്ലാതെ ഒരുപക്ഷെ വ്യക്തമായി കർത്താവ് എല്ലാവരും എപ്പോഴും സംസാരിക്കണമില്ല. നമുക്കൊരു അസ്വസ്ഥതയായിരിക്കും. എന്താ കർത്താവ് എന്നാൽ നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് നമ്മൾ ഞാനൊക്കെ എന്താ കർത്താവ് എന്തെങ്കിലും തെറ്റിയല്ലോ. പക്ഷെ അതൊന്നും ഇല്ലെങ്കിൽ ഒരു അസ്വസ്ഥത. വീല ചിലപ്പോൾ ഇങ്ങനെ പറയാറില്ല. കാര്യം ദീപുവിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവൾ എന്താ ചേട്ടാ എനിക്ക് എന്തോ ഇത് ആ കണക്ഷന്റെ ബന്ധമാണ്. ഏതെങ്കിലും അവനൊരു വിഷമോ പ്രയാസമോ ഒരു പനിയോ പിന്നെ വിളിക്കുമ്പോൾ പറയും ഞാൻ പനിയായിട്ട് കിടക്കാമെന്ന് പറയും. അപ്പൊ ഭൂമിയിലുള്ള ഹൃദയബന്ധം ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നെങ്കിൽ, സ്വർഗത്തിലുള്ള ദൈവത്തിലാണ് എന്നെ കണക്ട് ചെയ്തിരിക്കുന്നെങ്കിൽ, എനിക്ക് വരാൻ പോകുന്ന ഒരു അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് തരുവാൻ കർത്താവിന് കഴിയില്ലേ? നമ്മളിൽ പലർക്കും ഉണ്ട്. ചില സമയത്ത് നമ്മൾ തന്നെ ആലോചിക്കുമ്പോൾ ഒരു കാരണമില്ലാതെ എന്റെ ഹൃദയം അസ്വസ്ഥപ്പെടുന്നു, ചഞ്ചലപ്പെടുന്നു, എന്താണെന്ന് അറിയില്ല. അറിയാത്ത സ്ഥലം നമുക്ക് ഉണ്ടായിട്ടറിയാം. അപ്പോൾ നമ്മൾ കർത്താവേ, ഏകാഗ്രത വേണം. അപ്പോഴേട്ടാ ആ ഇരിക്കുന്ന കാര്യം ഹൃദയം കൊണ്ട് കർത്താവേ ഞാൻ എന്തെങ്കിലും തെറ്റിയത് എന്നെ ഓർമ്മപ്പെടുത്തണം കർത്താവേ എന്ന് പറയുമ്പോഴും ഒന്നും ഓർമ്മയും വന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തോ ഒന്ന് ദോഷം വരാൻ പോകുന്നു. വരുന്നത് നല്ല ചിരിച്ചുകൊണ്ടായിരിക്കാം, ബന്ധുവായിരിക്കാം, പണം തരാം, സ്വത്ത് തരാം, സ്നേഹം തരാം, എല്ലാം തരാം. പക്ഷെ ദൈവ ഹിതപ്രകാരമാണോ എന്ന് മാത്രം നോക്കുക. മറ്റുള്ള മുമ്പ് നമുക്ക് പേരെടുക്കാൻ പറ്റുന്ന സാഹചര്യം തന്നെയായിരിക്കും ഒരുക്കി തരുന്നത്. അവിടെയാണ് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരാകേണ്ടത്. ശത്രുവിന്റെ തന്ത്രം തിരിച്ചറിഞ്ഞിട്ട് അത് വേണ്ട, അല്ലെങ്കിൽ ഞാനില്ല, ഞാൻ അങ്ങോട്ടില്ല, അതിപ്പോ പറ്റില്ല, എനിക്ക് കൂട്ടായ്മയ്ക്ക് പോകണം, ഞാൻ വരുന്നില്ല, അത് കഴിഞ്ഞു വരാം എന്നൊക്കെ പറയണമെങ്കിൽ അപമാനം സഹിക്കും, നഷ്ടങ്ങളും ഉണ്ടാവും. പക്ഷെ ഈ നഷ്ടം പിന്നെ ലാഭമായി തീരുന്ന ഒരു സമയമുണ്ട്. എന്തുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു? ക്രിസ്തു നിമിത്തം, ദൈവത്തിന്റെ വചന നിമിത്തം, ഇന്നത്തെ കൂട്ടായ്മ നിമിത്തം വേണ്ട എന്ന് വെച്ചാൽ അത് മുഴുവൻ ലാഭമായി മാറും. അപ്പൊ ചെന്നായ്ക്കളിടയിൽ കുഞ്ഞാടുകളെ പോലെ ആക്കിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനോടുകൂടി ആലോചന ചോദിക്കുന്നതിനേക്കാളും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി.
കർത്താവ് ഈ വിഷയത്തിൽ എന്താണ് എന്നോട് പറയാനുള്ളത് എന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കർത്താവ് തരും, പലപ്പോഴും തരും, പലർക്കും തരും. നമ്മളെന്ത് ചെയ്യും? പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ പോകും. ചർച്ചിൽ വരുന്ന സമയമായാലും ബൈബിൾ വായിക്കേണ്ടായാലും പ്രാർത്ഥിക്കേണ്ടായാലും അതിന് വിരുദ്ധമായിട്ടുണ്ട് ബിസിനസ് ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതി കിട്ടുന്ന കാര്യമായാലും അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോണതായാലും കാണേണ്ടതായാലും എന്തായാലും വചന വിരുദ്ധമാകുന്നതിന് മുമ്പ് ദൈവം നമുക്ക് സൂചന തരും. പക്ഷെ നമ്മളത് കാര്യമാക്കാതെ പോകും. അതാണ് മുമ്പേ പറഞ്ഞത്, എന്റെ ആത്മാവ് മനുഷ്യനും സദാകാലം വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. ഒരു പരിധി കഴിഞ്ഞാൽ കർത്താവ് അത് വിട്ടുപോകും. അപ്പോ സ്വർഗീയങ്ങളിൽ ഇരുത്തിയിരിക്കുന്ന നമ്മെ പരിശുദ്ധാത്മാവോട് കൂടി ഈ പാപം നിറഞ്ഞ ലോകത്ത് തന്നെയാണ് കർത്താവ് നമ്മെ ആക്കിയിരിക്കുന്നത്. അവിടെ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരാകണം. പ്രത്യേകിച്ച് കുഞ്ഞാട്, സഭയും അതിന്റെ സ്ഥിതിയുള്ള മെസ്സേജ് നമ്മൾ എടുത്തപ്പം പറഞ്ഞതാ. കുഞ്ഞാട് ദൈവത്തിന്റെ ആലോചന പ്രകാരം മാത്രം നടക്കും. അതൊരു യാഗവസ്തുവാണ്. അത് നിമിത്തം പഴി, ദുഷി, നിന്ന, പരിഹാസം, പേർ വിടക്കുന്ന എണ്ണുക തന്നെ ചെയ്യും. ഇനി വേറൊരു കാര്യം, ഏതെങ്കിലും ആത്മീക വർധനവോ നന്മയോ എനിക്ക് ഉണ്ടാകാൻ പോകുന്നതിന് മുമ്പ് എന്നെ മാനസികമായി തകർക്കുന്ന തരത്തിൽ നമ്മുടെ കൂടെ ഉള്ളവരോ വേണ്ടപ്പെട്ടവരോ ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ ലോകത്തുള്ളവരോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിരിക്കും. നമ്മൾ ആ വിഷയത്തിൽ വ്യതിരിച്ചു പോകും. അപ്പോഴും ചിന്തിക്കുക എന്തോ ഒരു നന്മ വരാൻ പോകുന്നു. പലപ്പോഴും നമ്മൾ തോറ്റു പോകാറുണ്ട്. അതിനോടൊപ്പം നമ്മളുമായി പോകും. അങ്ങനെ ആകരുത്. അവിടെയും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായി മാറി നിന്നാൽ ദൈവത്തിൽ നിന്ന് നന്മ അനുഭവിക്കാൻ പറ്റും. കർത്താവ് സന്തോഷിക്കും. ഓക്കെ. അപ്പോ നോഹ ആ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു. നോക്കൂ, അതാണ് കൃപ. നോഹ ചെയ്തുകൊണ്ടല്ല, പക്ഷെ ദൈവം പറഞ്ഞ വചനപ്രകാരം അങ്ങനെയൊക്കെ ജീവിക്കാൻ അവൻ ഏകദേശമൊക്കെ പരിശ്രമിച്ചു. അവൻ വിശുദ്ധനല്ല, ആണോ? ആരാണ് വിശുദ്ധൻ? ഹാനോക്ക്. അപ്പൊ നോഹയുടെ കാലത്ത് നോഹയുടെ സഹോദരന്റെ മോനാണ്. അടുത്ത തലമുറ എന്ന് കാണിക്കാൻ, അത് പിന്നീട് പഠിപ്പിക്കാം. ഓക്കെ. അപ്പൊ അടുത്ത ഹാനോക്ക് വിശുദ്ധനായി എടുക്കപ്പെട്ടു. അപ്പോഴും നീതിമാനായിരുന്നു. നീതിമാൻ പ്രയാസേന ദൈവരാജ്യം പ്രാപിക്കുന്നു. പ്രയാസേന. വിശുദ്ധൻ പ്രയാസേനയല്ല. വിശുദ്ധന് പ്രയാസം ഉണ്ടോ? പറയൂ, സഭയായിരുന്നു ചോദിക്കുന്നത്. ഉണ്ടോ? നോഹ പ്രയാസേന ദൈവരാജ്യം പ്രാപിക്കും. വിശുദ്ധന് പ്രയാസം ഉണ്ടോ? ഇല്ല. ജീവിക്കുമ്പോൾ ഉണ്ട്. എപ്പോൾ? എന്ത് പ്രയാസം? അതെ, കർത്താവ് നിമിത്തം. എപ്പോൾ? ക്രിസ്തു നിമിത്തം എന്ന് പറയാൻ പറ്റില്ല. പാപം നിമിത്തം. നമ്മൾ വിശുദ്ധമായി ജീവിക്കുകയാണ്. കർത്താവിന്റെ സന്നിധിയിൽ ആദ്യ ഗണത്തിൽ പോകേണ്ടുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ ഇപ്പോൾ തന്നെ അതിന്റെ ശിക്ഷ കിട്ടും. ഇപ്പോൾ ഒരു എത്ര ദുഷ്ടം പന പോലെ വളരുമെന്ന് പറഞ്ഞാൽ എന്ത് പാപം ചെയ്തിട്ട് എന്ത് ദുഷ്ടത ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല, എനിക്ക് സാമർത്ഥ്യം. നമുക്ക് സമ്പന്നന്മാരല്ലേ? നമ്മുടെ മുമ്പിലെ സഭകളൊന്നും ആലോചിച്ച് നോക്ക്. സമ്പത്ത് കൊണ്ടും അഭിമാനം കൊണ്ട് എല്ലാ തരത്തിലും ഉയർന്നു പോവുകയാണ്. പക്ഷെ നമ്മളൊക്കെ അങ്ങനെ കൊണ്ടുപോകാൻ നികളിച്ചു പോകും. കർത്താവ് അറിയാം നമ്മൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അമിതമായി എന്തെങ്കിലുമൊക്കെ നൽകി നമ്മളത് അല്പം നൽകിയാൽ തന്നെ നമുക്ക് സൗകര്യങ്ങൾ കിട്ടിയാൽ തന്നെ അതുവഴിയൊക്കെ പോകും. ഞായറാഴ്ച ഇന്ന് മറ്റേ സുഖമാണ്, അവിടെ പോയി ഇവിടെ പോകും, അതാണെന്ന് പറഞ്ഞിട്ടിരിക്കും. അപ്പോ കർത്താവ് നമ്മളെ ലിമിറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് തന്നെ കൈവിട്ട് പോകുമെന്ന് കണ്ടിട്ടാണ്. ഓക്കെ. എവിടെ എന്താ വിഷയം പറയുന്നത്? ദൈവത്തോടും കൂടെ നടക്കും. വിശുദ്ധന്മാര് ആദ്യ ഗണത്തിൽ പോകേണ്ടുന്ന വ്യക്തിയാണെങ്കിൽ ഓരോ പാപവും തെറ്റും ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ അതിന്റെ പ്രതിഫലം കിട്ടിയിരിക്കും. കാര്യം എന്താ? റോമർ 8:1 പറയുന്നു, ക്രിസ്തേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. ശിക്ഷാവിധിക്ക് മുമ്പെന്തുണ്ട്? ന്യായവിധി. അതിനകപ്പെടില്ല. തെസ്സലോനിക്കർ പറഞ്ഞ വിശുദ്ധന്മാർ, നിങ്ങൾ ലോകത്തെ ന്യായം വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ ലോകത്തെ ന്യായം ലോകം എന്ന് വെച്ചാൽ സഭകളെ. സഭയെ ന്യായം വിധിക്കുന്ന ആരാണ്? സഭയെ ന്യായം വിധിക്കുന്ന ആര്? പറയില്ല. അതെനിക്കറിയാം. നിന്റെ വായിൽ നിന്ന് പറയാൻ വേണ്ട. അത് ഈ സിസ്റ്റർമാരൊന്ന് പറയണം. സുവിശേഷം അറിയിക്കുന്നവർ. നമ്മൾ ഞാൻ പറഞ്ഞോണ്ടിരുന്ന ഐസപ്പറൊന്നും കേട്ടില്ല. കേട്ടെങ്കിൽ വാങ്ങുകയെന്ന് പറയുമായിരുന്നു. കാരണം നമ്മൾ സുവിശേഷം അറിയിക്കാൻ പോകുന്നുണ്ട്. ബൈബിൾ ചോദിക്കുന്നു, അറിയിക്കാതെ എങ്ങനെ ന്യായം വിധിക്കുമെന്ന്. ഈ ലോകത്തിന്റെ അറ്റത്തോളം പോയി സുവിശേഷം അറിയിക്കാൻ പറഞ്ഞത് അവരെ ന്യായം വിധിക്കാനാ. ആരാ ന്യായം വിധിക്കുന്നത്? ആരാണോ നമ്മൾ അവരോട് ചെന്ന് സുവിശേഷം അറിയിക്കുന്നത്, അവൻ കേൾക്കാതെ തള്ളിക്കളഞ്ഞാൽ അവനെ ന്യായം വിധിക്കുന്നത് അറിയിച്ച നമ്മളാണ്. കാര്യം എന്താ?
അവിടെ വിശുദ്ധന്മാരെ ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് ഏക ആത്മാവായി നമ്മളാണ് കൂടെ നമ്മൾ ശിക്ഷ വിധിക്കുന്നത്. അന്ന് നമ്മൾ കണ്ടില്ല കേട്ടില്ല ഈ പാവ രവി ബ്രദറും നമ്മളെ പോലുള്ളവരും എല്ലാവരും ഒന്ന് ശിക്ഷ വിധിക്കുന്നത് ഈ ലോക മാന്യന്മാരാണ്. നമ്മൾ പോയി സുവിശേഷം അറിയിക്കുമ്പോൾ ബ്രദർ 2 ദിവസം കഴിഞ്ഞിട്ട് കൺവെൻഷൻ നമുക്ക് പോവാം. എന്നാണ് ബ്രദറെ? ഇന്നാണെന്ന് തോന്നുന്നു അല്ലേ? നോക്കാം, വിളിക്കാം. രാജൻ ബ്രദർ എന്നാണ് പറഞ്ഞു. അപ്പൊ നമ്മൾ പോയി ദൈവത്തിന്റെ വചനം പറയുമ്പോൾ തന്നെ വിശ്വസിക്കാത്തവന് ന്യായവിധി വന്നു കഴിഞ്ഞു. ഇനി ശിക്ഷാവിധിയേ ഉള്ളൂ. വിശ്വസിക്കുന്നവൻ ന്യായവിധി അകപ്പെടില്ല, അവന് ശിക്ഷാവിധി ഇല്ല. അതുകൊണ്ട് നമ്മൾക്ക് ശിക്ഷാവിധി ഇല്ലെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാനല്ല, നമ്മൾ തെറ്റ് ചെയ്താൽ ഇപ്പോൾ ഇവിടെ വെച്ച് അങ്ങനെ തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷ കിട്ടുന്നെന്ന് വിചാരിച്ചോളാം. കർത്താവേ സ്തോത്രം, ഒന്നാമത്തെ ഗണത്തിൽ എന്തായാലും പോകും. എന്ത് കുറ്റമോ പറഞ്ഞിട്ടും പ്രവർത്തിച്ചിട്ടും ചിന്തിച്ചിട്ടും ചെയ്തിട്ടും ഒരു കുഴപ്പമില്ല, മേൽക്കുമേൽ അത് വർദ്ധിച്ച് വരുന്ന വിചാരിച്ചോളാം. 2ാമത്തെ 3ാമത്തെ ഗണത്തിലായിപ്പോയി, 1ാമത്തെ ഗണത്തിൽ പോകില്ല. അപ്പൊ ശിക്ഷ കിട്ടുന്നുവെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ച് ക്രിസ്തേശുകൾക്ക് ശിക്ഷാവിധിയില്ല. അപ്പൊ നിങ്ങൾ ലോകത്തെ ന്യായം വിധിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകത്തിന് ഈ കാലത്തിന്റെ വചനം കൊണ്ടുപോകണം. പഴയ മത്തായും സുവിശേഷം മറ്റൊന്നും കൊണ്ടുവരുന്ന കാര്യമില്ല. ഈ കാലത്തിന്റെ വചനവും ഈ കാലത്തിന്റെ വെളിപ്പാടും കൊണ്ട് അവരുടെ മുമ്പിൽ പറയുമ്പോൾ അത് നിരസിക്കുന്നവരുടെ ശിക്ഷ നമ്മുടെ മുമ്പിലാണ്. നമ്മളാണ് അവരുടെ ശിക്ഷ. ന്യായവിധി നാളെ നിൽക്കുന്നത്, ശിക്ഷ വിധിക്കുന്ന ദൈവമാണ്. നമ്മുടെ മുമ്പിൽ അവർ വരുന്നത്. ഓക്കെ, അപ്പൊ സുവിശേഷം അറിയിക്കുന്നവർ നാം സഭ എന്ന് പറഞ്ഞൊരു കാര്യമില്ല. അതിന്റെ എക്സാക്ട് മർമ്മങ്ങളിലേക്ക് പോയാൽ ആരാണോ അറിയിക്കുന്നത് അവരുടെ മുമ്പിൽ വരുന്ന കർത്താവ്. ഓക്കെ, അപ്പൊ നീതിമാൻ പ്രയാസേന ദൈവരാജ്യം പ്രാപിക്കുമെന്ന, അതുകൊണ്ടാണ് ആ ബോട്ടിൽ വെള്ളം കയറിയ സമയത്ത് 1 വർഷം അവൻ അവിടെ പ്രയാസേന തന്നെ അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ഇപ്പൊ തീരില്ല, കുറച്ച് ഒരുപാട് വിശദീകരിക്കാനുണ്ടായിരുന്നു. നമുക്ക് എടുക്കാം, കുഴപ്പമില്ല, അടുത്ത ആഴ്ച. അപ്പോ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് വിട്ടുപോയത്. അപ്പം വിശുദ്ധനായ ഹാനോക്ക് അവൻ പറ്റി നടന്നു, അവൻ എടുക്കപ്പെട്ടു. പക്ഷെ അവൻ ശിക്ഷ എന്തെങ്കിലും തെറ്റ് ചെയ്തൊന്നും ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടാവും. ഇല്ല, ദൈവത്തിന് എടുക്കാൻ പറ്റില്ല. കാര്യം എന്താ? അവൻ ക്രിസ്തേശുവിലായി, പിന്നെ ശിക്ഷാവിധി ഇല്ല. അല്ലാതെ നമ്മൾ ഇപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾ അതുകൂടെ പറഞ്ഞ് നിർത്താം. നിങ്ങൾ വേദിക്കും എനിക്ക് ശിക്ഷ ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ പോകില്ലെന്ന് പാസ്റ്റർ പറഞ്ഞു. അങ്ങനെ വിഷമിക്കണ്ട. അഥവാ കിട്ടിയില്ലെങ്കിൽ എന്താ കാരണം? ഇപ്പൊ നമ്മൾ പഠിപ്പിച്ചാൽ ഞാൻ മനുഷ്യൻ, എന്റെ ആത്മാവ് മനുഷ്യനിൽ, അടുത്തത് വായിച്ചപ്പോ സദാകാലവും, സഭയിൽ അതുകൂടെ പഠിപ്പിക്കണം. കർത്താവ് കുറച്ച് സമയം നമ്മൾ പറയും തെറ്റാണ്, അത് തെറ്റാണ്, അത് ചെയ്യല്, പറയരുതെന്ന് പറയും കുറച്ച് സമയം. എന്നിട്ട് ആത്മാവ് എന്ത് ചെയ്യും? നമ്മളിൽ നിന്ന് വിട്ടുപോകും. വിട്ടുപോയിട്ട് അങ്ങ് സ്വർഗത്തിൽ നിന്ന് കയറി പോവുകയില്ല, അത് മാറി നിൽക്കും. ദുഃഖത്തോടുകൂടെ, കർത്താവ് തന്നെയാണ് ഈ ആത്മാവ് എന്നുള്ളത്, ദുഃഖത്തോടുകൂടെ മാറി നിൽക്കും. എന്തിനാണെന്നറിയാമോ? മറ്റു പലരെയും ദൈവം ഉപയോഗിക്കും. ആരിലൂടെയെങ്കിലും ദൈവം അത് ഓർമ്മപ്പെടുത്തി കൊടുത്തിട്ട് ഇപ്പോഴിരിക്കുന്ന പാപബോധം, ആ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ട് ദൈവം അവരോട് സംസാരിക്കുമ്പോൾ, ഓ കർത്താവേ ഞാൻ തെറ്റിപ്പോയി എന്ന് ദൈവത്തോട് പശ്ചാത്തലത്തോടെ നിലവിളിച്ച് പറയുമ്പോൾ അത് കർത്താവ് ആഗ്രഹിച്ചിരിക്കുകയാണ്. ആ ആത്മാവ് വീണ്ടും നമ്മുടെ അടുക്കിലേക്ക് വരും. ദൈവത്തിന്റെ സ്നേഹം എന്ന് ആലോചിച്ചു. നമ്മളാണെങ്കിലോ, നമ്മളോട് 10 തവണ തെറ്റിയാലും പിന്നെ 11 തവണ തെറ്റിയതാൽ അവനെ നമ്മളിൽ വേണമെങ്കിൽ അടിച്ചു കൊണ്ടു. കർത്താവ് അപ്പോൾ ദുഃഖത്തോടെ ഇരിക്കുകയാണ്, ഒന്ന് മാനസാന്തരപ്പെട്ടെങ്കിൽ. അപ്പൊ ഇപ്പോൾ ശിക്ഷ അനുഭവിക്കുന്നില്ല എങ്കിൽ അനുഭവിച്ച സമയം നമുക്കുണ്ട്, എപ്പോഴോ മാറിപ്പോയി. ഇപ്പോൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നാം നമ്മെ ചെത്തി വെടിപ്പാക്കുകയാണ്. അതിനാണ് സഭയിൽ വരുന്നത്. ഞാൻ എന്നെ തന്നെ ദൈവത്തിന്റെ വചനപ്രകാരം ഒരുക്കി, എന്നെ ദൈവമുള്ള പ്രാർത്ഥനയാണ് ആരാധന എന്ന് പറയുന്നത്. അല്ല, ആദ്യത്തെ സ്തുതിയാണ് പാട്ട്. ഞാൻ ഈ വചനപ്രകാരം എന്നെ ക്രിസ്തുവിന് സമർപ്പിച്ചിട്ട് ക്രിസ്തുവിന്റെ അനുസരണത്തിനായി കാത്തിരിക്കുന്നത് സമർപ്പണമാണ് ആരാധന. അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധം മടങ്ങി വരികയും നമുക്ക് 1ാമത്തെ ഗണത്തിൽ പോകാൻ പറ്റും. വീണ്ടും നമ്മൾ പാപത്തിൽ അകപ്പെട്ട് പോകാതെ ആത്മാവിന്റെ നിയമനം മുമ്പോട്ട് പോയാൽ മതി. ദൈവം ക്ഷമിക്കും. നമുക്കാണ് പറ്റില്ല അത് ഒരുപാട് തെറ്റിയത്, പാപം ചെയ്ത് നമ്മളാ തോന്നുന്നത്, നമ്മൾ അതിലും വലിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കണ്ണിന് കോലുള്ളവൻ ഒരു കരടുള്ളവനെ ശിക്ഷിക്കുന്നു പറഞ്ഞാൽ നമ്മളിൽ ആരുമില്ല, നീതിമാൻ പോലും ആരുമില്ല എന്നാ പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ മറ്റുള്ള ശിക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ ഇതെന്തിനെങ്ങനെ എടുക്കുന്നു വെച്ചാൽ നമ്മുടെ ഹൃദയ നിരൂപണങ്ങളിൽ നിന്ന് മാറി ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം മടങ്ങി വരാനും തെറ്റിൽ നിന്ന് മാനസാന്തരപ്പെട്ട് വരാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അർഹിക്കാത്തവൻ ലഭിക്കുന്ന ദാനമാണ് കൃപ. നോഹയ്ക്ക് ദൈവം അത് മനഃപൂർവ്വം നൽകി, നമുക്കും അത് മനഃപൂർവ്വം നൽകി നമ്മളെ ചെന്നായ്ക്കളിടയിൽ കുഞ്ഞാടുകളെ പോലെ ഇരുത്തിയിരിക്കുന്നു. എഴുതേണ്ട ഈ വംശപാരമ്പര്യം നമുക്ക് അടുത്ത പ്രാവശ്യം 6-9 അതുകൊണ്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കാറുണ്ട്. അപ്പോ ഇത് നമുക്ക് തന്നെ ഫേസ്ബുക്ക് ഉള്ളവർക്ക് കയറി കാണാം. നിങ്ങൾ തന്നെ കയറി കേട്ട് പ്രാർത്ഥനയോടുകൂടെ വീണ്ടും കയറി കേട്ടിട്ട് ഇതിനെ ധ്യാനിച്ചിട്ട് ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് ഒരുങ്ങുവാൻ
ഇപ്പോൾ ഈ പ്രാർത്ഥന തന്നെ ആരാധനയാണ് നമുക്ക് 3 പേരാണെന്നുള്ളത്. വെറും 3 പേരാണ് കാണുന്നത്, ബാക്കി ആരും കാണുന്നില്ല. വരേണ്ടവർ ധാരാളമുണ്ട്. ഓക്കെ, ലൈവ് കാണുന്നത്. ഓക്കെ, നമ്മളിവിടെ വന്നത് തന്നെ ദൈവശബ്ദം കേൾക്കാനാണ്, പാസ്റ്റർ ശബ്ദം കേൾക്കാനല്ല. പാസ്റ്റർ എന്തെങ്കിലും പഠിപ്പിച്ചു തരും, പാസ്റ്റർ എന്തെങ്കിലും പറഞ്ഞു തരും എന്ന് കേൾക്കാനല്ല. ഒരുപക്ഷെ ഞാൻ പറഞ്ഞതിൽ തന്നെ എന്തെങ്കിലും അങ്ങോട്ട് വീഴ്ചകളോ ഒക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ഞാൻ ബൈബിൾ കോളേജിൽ പോയിട്ടില്ല. പണ്ടും യോഹന്നാൻ സ്നാപകന് യോഹന്നാൻ ആവാറുണ്ട്, അതുപോലെ വചനം തന്നെ പറയാൻ പെട്ടെന്ന് മാറിപ്പോയെങ്കിലും പരിശുദ്ധാത്മാവിലാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ശരിയായത് കിട്ടും. ഇല്ലെങ്കിൽ അവിടെ നിന്ന് വിമർശിക്കുകയല്ല, ശരിയായത് അന്വേഷിക്കുക, കണ്ടെത്തുക, ചോദിക്കുക, നമുക്ക് ഒരുമിച്ച് കൂട്ടാനായിട്ട് മുന്നോട്ട് പോകാം. അപ്പൊ നമ്മളിവിടെ വന്നത് ദൈവശബ്ദം കേൾക്കാൻ. ഇന്ന് ഞാൻ ആയിരുന്നത് ശരി എന്ന എന്റെ ബോധ്യത്തോടുകൂടി ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ എന്താണ് കണ്ണടച്ച് ധ്യാനിച്ച് നിങ്ങളുടെ ചോദ്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ കർത്താവിനോടുകൂടെ ചേർന്നാണ്, ക്രിസ്തുവിലാണ്, കർത്താവ് വന്നാൽ പോകും എന്ന വ്യക്തമായ ധാരണയോടി പൊയ്ക്കൊണ്ടിരുന്ന എന്നിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുവാനും ചെത്തി വെടിപ്പാക്കുന്നതിനുമാണ് ഞാൻ സഭയിൽ വരുന്നത്, കൂട്ടായ്മയിൽ വരുന്നത്. അങ്ങനെ ഇന്ന് ദൈവത്തിന്റെ വചനപ്രകാരം ഞാൻ ദൈവത്തിൽ നിന്ന് അകലെയാണ്, വ്യഭിചാരം ചെയ്യുന്നു, അല്ലെങ്കിൽ ജാരസന്തതിയാണ്, ദൈവത്തിന്റെ ഹിതപ്രകാരം അല്ല എന്ന് ഉത്തമമായി നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്താൽ വെളിപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ക്ഷമ ചോദിച്ചിട്ട് ഇനി മേലാൽ ഞാൻ അങ്ങനെ ആവുകയില്ല കർത്താവെ, ഏതൊക്കെ സാഹചര്യം വന്നാലും ഞാൻ പോകില്ല. നോക്കൂ, നിങ്ങൾ വച്ചിരിക്കുക, പിശാച് നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ അതിനെ തെറ്റിക്കണമെങ്കിൽ പിശാച് സാധാരണയിലും താഴ്ന്നല്ല വരുന്നത്, സാധാരണയിൽ മേൽ വരണം. അപ്പോസ്തലർക്ക് 4:12 ദൈവത്തിന്റെ വചനം യേശുക്രിസ്തു നാമം ഉപയോഗിക്കണമെന്ന് കർത്താവ് ഉപയോഗിച്ചത് അന്ന് അവിടെ കൂടിയിരുന്ന ഏറ്റവും എളിയ മനുഷ്യനും വിദ്യാഭ്യാസം ഇല്ലാത്തതെന്ന് അവിടെ വ്യക്തമായി പറയുന്നു. 19 അപ്പോസ്തലർ 4:19 പഠിപ്പും വിദ്യാഭ്യാസമില്ലാത്ത പത്രോസിലൂടെ കർത്താവ് യേശുക്രിസ്തു നാമം എന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർക്കാൻ പിശാച് ഉപയോഗിച്ചത് അന്നത്തെ മഹാപുരോഹിതന്മാർ. മുകളിൽ നിന്ന് നോക്കൂ, ആര് കേൾക്കും? അതുപോലെ ഇന്ന് നമ്മളെടുത്ത തീരുമാനങ്ങൾ ഇന്ന് പിശാച് നമ്മളെ തെറ്റിക്കണമെങ്കിൽ അവൻ ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടുകൂടെ വന്ന് വിളിച്ചുകൊണ്ട് പോകും. ചിന്തയിലായിരിക്കും വരുന്നത്. എന്നെ ശാരീരികമായി പിടിച്ചുകൊണ്ടുപോയിട്ട് പോകണമെന്നില്ല, ചിന്തയോടുകൂടെ കൊണ്ടുപോവാം. പ്രാക്ടിക്കൽ ശരീരം കൊണ്ട് ചെയ്യാം, മനസ്സുകൊണ്ട് ചെയ്യാം, വചന വിരുദ്ധമായുള്ള ജീവിതത്തിലൂടെ ആകാം, വചനം അവിശ്വസിക്കുന്നതിലൂടെ ആകാം. ഏത് തരത്തിലായാലും പിശാചിന്റെ തന്ത്രം തിരിച്ചറിയണം. കർത്താവെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നോഹയുടെ കാലം 6-ാമത്തെ അധ്യായത്തിൽ ഇനിയും ധാരാളം വിഷയങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. കർത്താവ് ഇത്രത്തോളം നമുക്ക് വിളപ്പിക്കുന്ന മഹാകൃപയ്ക്കായി നന്ദി. എല്ലാവരും നോഹയുടെ കാലവും സോദോമിന്റെ നാളിലും നോക്കിയിരിക്കുമ്പോൾ അത് ദൈവത്തിന്റെ സഭയായും സഭയിലുള്ള നമ്മെ വിളിച്ചു വേർതിരിച്ചിട്ട് ദൈവം നോഹയോട് അരുളി ചെയ്തതുപോലെ ദൈവം നമ്മോട് അരുളി ചെയ്തു. എന്നാൽ വിശ്വസിക്കാത്തവരെല്ലാം കൊന്നുകളഞ്ഞ ഒരു ചരിത്രം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കരുണയുള്ള കർത്താവെ, ഈ സഭയിലായിരുന്നിട്ട് നാം ക്രിസ്തുവിനോട് കൂടെ അല്ല എങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിൽ തന്നെയാണ്. അത് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ കർത്താവെ നാം നമ്മെ തന്നെ കൈകൾ വെക്കാം. കർത്താവെ സ്തോത്രം. ഐ സറണ്ടർ ആൾ. കർത്താവെ, ഞാൻ ഏതുമില്ല, എന്റെ ബുദ്ധിയോ എനിക്ക് പരിജ്ഞാനമുണ്ടതോ എന്റെ വിദ്യാഭ്യാസമോ എന്റെ വളർച്ചയോ എന്റെ കഴിവോ ആരോഗ്യമോ ഒന്നും ആത്മീയ കാര്യത്തിൽ പങ്കെടുപ്പിക്കാൻ കഴിയില്ല. മാനുഷിക ജ്ഞാനത്താൽ ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ മനുഷ്യർ നശിച്ചു പോകുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ ഒരു മാനുഷിക പരിഗണനയും കൊടുക്കാതെ ബുദ്ധിയിലല്ല ആത്മാവിൽ ഗ്രഹിച്ച് ആത്മാവിൽ വഴി നടത്തപ്പെടുവാൻ കർത്താവെ നാം നമ്മെ തന്നെ കരങ്ങൾ ഉയർത്തിയിരിക്കുന്നു. പരിശുദ്ധാത്മാവെ എന്നെ സകല സത്യത്തിലും വഴി നടത്തണമേ. ഞാൻ എന്ന ഭാവവുമായി നിന്നാൽ ഒന്നും നടക്കില്ല. അങ്ങനെയുള്ള 100 അനുഭവങ്ങൾ ബൈബിളിലുണ്ട്. അതുകൊണ്ട് എന്റെ ഭരണവും നിയന്ത്രണവും കർത്തൃത്വവും ചുമതലയും കർത്താവെ അങ്ങ് ഏറ്റെടുത്ത് എന്നെ സകല സത്യത്തിലും വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള കർത്താവെ, അങ്ങയുടെ ആത്മാവിനെ വഴി നടത്തണമേ. ആ നിമിഷം മുതൽ ലോകം പഴിക്കും, നമ്മുടെ പേര് വടക്കുന്നതാണ്. എല്ലാവരും തള്ളിക്കളയുമ്പോൾ ഓർക്കുക, അതാ അവർക്ക് കാണാൻ കഴിയാത്തൊരു യേശു ക്രിസ്തു എന്നോടൊപ്പം ലോകാവസാനത്തോളം എല്ലാ നാവും എന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് എന്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ഏതിലും ഭയപ്പെടുകയില്ല. കരുണയുള്ള കർത്താവെ, ദൈവദിന പ്രകാരം ജീവിപ്പാൻ തക്കവണ്ണം എന്ന സന്ദേശം നൽകിയതിനായി നന്ദി. ഏത് പ്രദേശത്ത് കേൾക്കുന്നവരെയും ആഗ്രഹിക്കുന്ന ഉള്ളങ്ങൾ കർത്താവ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല സഭയിൽ വഴി നടന്ന കർത്താവിന്റെ സഭയിൽ എടുക്കപ്പെടുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ ആമേൻ, ആമേൻ. ദശാംശം കേട്ട് പ്രാർത്ഥിക്കാം. കർത്താവെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, നാം നമ്മിലും ക്രിസ്തു നമ്മിലുമാണെങ്കിൽ നിങ്ങളുടെ എടുത്തതുപോലെ നമ്മുടെ ഒരു ആത്മീയ ബോഡി സ്വർഗത്തിലുണ്ടല്ലോ. ഇന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നത് മുഴുവൻ ക്രിസ്തുവിൽ നിന്നാണ്. അതിന് ഒരു വ്യാജവും കാണിക്കാത്ത ഹൃദയ സന്തോഷത്തോടെ
ദുഃഖത്തോടുകൂടി അല്ല, സന്തോഷത്തോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ വിതച്ചിരിക്കുന്നു. നിങ്ങൾ വിതച്ച വിത്ത് അത് ചാകാൻ അനുവദിച്ചാൽ അത് ഏറെ ഫലമുണ്ടാകും. കാരണമുള്ള കർത്താവെ പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാത്തതുമായ സ്വർഗത്തിൽ നിക്ഷേപമായി സ്വീകരിച്ചുകൊണ്ട് ആകാശത്തിന്റെ കളിവാതിലുകളെ തുറന്ന് സന്തോഷ സമൃദ്ധി പോരായി വരുമ്പോളം അവർ നൽകുന്ന മഹാകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിനെ ആമേൻ. ആമേൻ. എന്തെങ്കിലും പ്രാർത്ഥന വിഷയമുണ്ടാക്കില്ല? സാക്ഷി പറയാൻ ആശ്രദം പറഞ്ഞു. ലൈനിലും ആൾക്കാരുണ്ട്. ആശ്രദം പറഞ്ഞിട്ടുണ്ട്. ആശ്രദം. കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സന്തോഷവും സ്നേഹവും കൂട്ടായ്മയും കർത്താവിന്റെ വരവ് വരെയും നമ്മൾ എല്ലാവരോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ഒരു നിമിഷം ഇരിക്കാം. സഭ ഇപ്പൊ തിരിച്ചിട്ടില്ല. സാക്ഷി കേട്ടിട്ട് അതനുസരിച്ച് എന്റെ കർത്താവായ സ്തോത്രം ചെയ്യുന്നു. എന്റെ ഭർത്താവിന് അപ്രതീക്ഷിതമായ ഒരു പനി വരികയും അതിൽ കൂടി ജലദോഷവും ചുമയും ഉണ്ടായി. പനി മാറിയപ്പോൾ ചുമ സഹിക്കാൻ പറ്റാത്ത ചുമ ആയിരുന്നു. രാത്രിയൊന്നും ഉറക്കമില്ല, പകലുമായിരുന്നു. അവിടുന്ന് ഒരു 1.5 മാസത്തോളം കാട്ടകൽ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങുകയും കഴിക്കുകയും ചെയ്യാറുണ്ട്. കഫമൊട്ടും പുറത്തു പോകില്ല. അങ്ങനെ കാട്ടകലുള്ള ഡോക്ടർ പറഞ്ഞ് ആദ്യം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണം, എന്നാൽ സുഖമാകുമെന്ന് പറഞ്ഞു.